ഹലോ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ലൈഫ് ട്യൂട്ടോറിയൽസ് 101. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ വളരെ യൂഷ്വലായിട്ട് അല്ലെങ്കിൽ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് നാർസിസം അല്ലെങ്കിൽ ടോക്സിക് ലവ് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കുള്ള ഇൻഫർമേഷൻസ് എത്രത്തോളം കറക്റ്റാണ്, എത്രത്തോളം മിസ്ഇൻഫർമേഷൻസ് ഇതിലുണ്ട്, ആൻഡ് ഇത് എത്രത്തോളം മാനേജബിളാണ്, എങ്ങനെയാണ് ഇതിൽ വിക്ടിം എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ എൻ്റെ കൂടെ എന്നുള്ളത് വെൽ നോൺ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈലേഷ്യ മാമാണ്. സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ. ഹലോ ശിവ. അപ്പം ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മൾ വളരെ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്നൊരു വാക്കാണ് നാർസിസം. നാർസിസ്റ്റിക് ട്രെയ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈസ് എ നാർസിസിസ്റ്റ്, ഇങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും കൂടിയാണ്. അപ്പം ഇത് എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റും ആൻഡ് എത്രത്തോളം ഇത് ചുറ്റുമുള്ള ആൾക്കാർക്ക് ഡിഫിക്കൽട്ടാണ്, അതിൻ്റെ കൂടെ തന്നെ ഇയാൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ലൈക്ക് ദ പേഴ്സൺ ഹൂ ഹാസ് ദ ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ഹൂ ഹാസ് ദിസ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നതാണ് ഡയഗ്നോസിസ്. ഓക്കെ, അത് സൈക്യാട്രിയിലെ 10 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ഒരെണ്ണമാണ്. അതിൽ തന്നെ ക്ലസ്റ്റർ ബി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നത്. 3 ക്ലസ്റ്റേഴ്സ് ഉണ്ട് നമുക്ക്. ഞാനൊരു ബ്രീഫ് കിട്ടാൻ വേണ്ടി പറയുന്നതാണിത്. ഇപ്പോൾ ക്ലസ്റ്റർ എ എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവരോടും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള, ഒന്നിനും ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തുനിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന, ഇമോഷൻസ് വളരെ കുറവുള്ള ഒരു വിഭാഗമാണ്. ഓക്കെ. പക്ഷെ ക്ലസ്റ്റർ ബി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇമോഷണലി ഇൻവോൾവ് ആകുന്ന ആൾക്കാരാണ്. ഐദർ ദെയിൽ സപ്രസ് ഓർ ദെയിൽ സ്പിൽ, ഹൈലി വോളറ്റൈൽ, മൂഡ് സ്വിങ്സും ഒക്കെയുള്ള ഒരു വിഭാഗമാണ്. ഭയങ്കര സെൻസിറ്റീവ്, പെട്ടെന്ന് പിണങ്ങുന്ന, ബഹളം വെക്കുന്ന, അതാണ് ക്ലസ്റ്റർ ബി. സി എന്ന് പറയുന്നത് ഭയങ്കര ബേജാറുകാരാണ്. അവരെപ്പോഴും ആദ്യമായിരിക്കും എന്ത് ചെയ്താൽ ശരിയാവൂ, ഫിയർ ഓഫ് ഫെയിലിയർ, ആങ്ഷ്യസ്, കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ എല്ലാം ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് ഈ ക്ലസ്റ്റർ സി. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരുള്ളത് മനുഷ്യജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ടും ക്ലസ്റ്റർ ബി എന്നാണ്. അപ്പോൾ ക്ലസ്റ്റർ ബിയിലെ ഒരു ഡയഗ്നോസിസ് ആണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഇത് ചെയ്യുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. ഓക്കെ. അവരുടെ വിക്ടിംസാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പം നമ്മളുടെ സൊസൈറ്റിയിൽ ഇത് എക്സ്ട്രീംലി റെലവൻ്റ് ആണ്. കാരണം ഒരുപാട് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, ഫാമിലി ഇഷ്യൂസ്, ഡൊമസ്റ്റിക് വയലൻസ്, ഡിവോഴ്സ് കേസസ് എല്ലാം തന്നെ ഈ ഒരു കാരണം പുറകിലുള്ളതുകൊണ്ടാണ് ഇത്രയധികം റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ കുറവാണെന്നുള്ളത്, മിസ്ഇൻഫർമേഷൻ കൂടുതലുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതെ. അപ്പോൾ അതൊരു കാരണവും കൂടെയാണ് ഇത് ഇത്രയും ആൾക്കാർ സഫർ ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇൻഫർമേഷൻ ചുറ്റുമുള്ള ആൾക്കാർക്ക് കിട്ടിയാൽ ചിലപ്പം അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, നോട്ട് ഫോർ ദ പേഴ്സൺ ഹൂ ഇസ് ഹാവിങ് ദിസ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ പൊതുവേ നമ്മൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ അതിന് ചൈൽഡ്ഹുഡുമായിട്ടോ പാരൻറ്റിങ്ങുമായിട്ടോ എത്രത്തോളം കണക്ഷൻ ഉണ്ട്, ഇതൊരു ജനറ്റിക്കലി തന്നെ ഉള്ള ഒരു പ്രോബ്ലം ആണോ, അതോ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാവുന്നതാണോ, പാരൻറ്റിങ്ങിന്, അതായത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആണെങ്കിൽ കുട്ടിക്ക് ഈ ട്രെയ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത, അങ്ങനെ എന്തെങ്കിലും? ഈ മനഃശാസ്ത്രത്തിലെ അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും അതിന് ഒരു ജനറ്റിക് എന്ന് പറയുന്ന ഒരു പ്രീഡിസ്പോസിഷനും പിന്നെ പേരന്റിങ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറും, ലൈക്ക് ഒരു വളമാണ് അല്ലേ? അതായത് ഈ അന്തരീക്ഷം ഇതിന് അനുകൂലമാണ്, അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പ്ലാൻ ചെയ്തത് കൂടുതലായി ഗ്രോ ചെയ്യും എന്ന പോലെ നമുക്കതിനെ വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പോൾ അതായത് ജനറ്റിക്കലി ഇത്തരം കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഫാമിലിയിൽ പേരൻറ്റിങ്ങിൻ്റെ അവസ്ഥയും കൂടെ ഇമോഷണലി ടോക്സിക് ആവുമ്പോൾ ക്ലസ്റ്റർ ബിയിലുള്ള ഏത് തരം പേഴ്സണാലിറ്റീസ് വേണമെങ്കിലും സൃഷ്ടിക്കപ്പെടാം. ഓക്കെ. അത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആവാം, നമ്മൾ ക്രിമിനൽ എന്ന് പറയുന്ന ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആവാം, നാർസിസ്റ്റിക് ആവാം,
ഭയങ്കരമായി എല്ലാവരുടെയും അറ്റൻഷൻ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന ബഹളമൊക്കെ ഉള്ള പ്രകൃതക്കാരായിട്ടുള്ള ഹിസ്ട്രിയോണിക് എന്ന് പറയുന്ന ഒരു വിഭാഗവും ആകാം. അപ്പൊ ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പേരന്റിന് അല്ലെങ്കിൽ ഒരാളുടെ പേരന്റിന് സൈക്യാട്രിക് ഇൽനെസസിന്റെ അത് വരാനുള്ള പ്രിഡിസ്പോസിഷൻ അല്ലെങ്കിൽ സാധ്യത, പ്രോൺനെസ് ഉണ്ടോ എന്നുള്ളതാണല്ലോ. അങ്ങനെയുള്ള ഒരു പേരന്റിന്റെ പേരന്റിങ് എങ്ങനെയായിരിക്കും? എന്തായാലും വികലതകൾ പലതും അതിനകത്ത് കാണുമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ജെനറ്റിക് പ്ലസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ടുഗെദർ ഗിവ്സ് റൈസ് ടു എ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. അപ്പം നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ബാക്കി പേഴ്സണാലിറ്റി ഡിസോർഡർ ഇപ്പം പറഞ്ഞ ബോർഡർ ലൈൻ ആണെങ്കിലും അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ആണെങ്കിലൊക്കെ കുറച്ചും കൂടെ എല്ലാവർക്കും എവിഡന്റ് ആയിരിക്കും. അത് പക്ഷേ എനിക്ക് തോന്നുന്നു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും അടുത്ത പാർട്ട്ണർക്കോ ഒക്കെ മാത്രം കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ പെക്യുലാരിറ്റിയും എനിക്ക് തോന്നുന്നു പറഞ്ഞ പോലെ നമുക്ക് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റാതിരിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള. അപ്പോൾ ശരിക്കും ഇപ്പൊ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് പാർട്ട്ണർക്കായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണ് ഒരു ഏർലി സൈൻ ദാറ്റ് ബിക്കോസ് ഇപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നതും ഒരു നാർസിസ്റ്റിക് ട്രേറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് വ്യത്യാസമായിട്ട് അറിയാൻ പറ്റുക? ഇപ്പം ഹെൽത്തി കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം എന്നൊക്കെയുള്ള ശരിയായ വസ്തുതകൾക്ക് അടിസ്ഥാനത്തിലുള്ള ധാരണയാണ്, വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ധാരണയാണ്. മറ്റേത് കറക്ഷന് വില്ലിങ് അല്ലാത്ത വിധത്തിലുള്ള ഓൾമോസ്റ്റ് ഡെലൂഷണൽ ആയിട്ടുള്ള ഒരു ബിലീഫാണ്. അൺഷേക്കബിൾ ബിലീഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അവരുടെ ഭാഗത്ത് ഒരു പ്രോബ്ലം ഉണ്ടായാൽ നമുക്കത് ഒരിക്കലും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. കാരണം അത് അവർ പലതരത്തിൽ ജസ്റ്റിഫൈ ചെയ്ത് റാഷണലൈസ് ചെയ്ത് നിങ്ങളിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നുള്ള മട്ടിൽ വളച്ചൊടിക്കുക എന്ന് പറയില്ലേ, ട്വിസ്റ്റിംഗ് ദ ഫാക്ട്സ്. അങ്ങനെ ചെയ്തിട്ട് വേറൊരു രൂപത്തിലേക്ക്, മലയാളത്തിൽ പറഞ്ഞ ആടിനെ പട്ടിയാക്കുക എന്ന് പറയും. അപ്പം ഈ വസ്തുതകൾ വളച്ചൊടിക്കുന്ന ഒരു രീതി അവർക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യത്തിലും ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫീഡ്ബാക്ക് കൊടുത്താലും വർക്ക് ചെയ്യില്ല, ഫീഡ്ബാക്ക് ഇവർ എടുക്കുകയില്ല. ഒരു എക്സ്ട്രീം സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റ് ആണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണ്, എനിക്ക് മിസ്റ്റേക്ക് വരില്ല. അപ്പൊ അതാണ് കോൺഫിഡൻസിൽ നിന്നുള്ള വ്യത്യാസം. കോൺഫിഡൻസിൽ കറക്ഷന് വില്ലിംഗ്നെസ് ഒന്ന് ഡെലൂഷണൽ ആണ്, മറ്റേതിൽ കറക്ഷന് വില്ലിംഗ്നെസ് ഉണ്ട്, ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇവര് റിജിഡ് ആയിരിക്കും, കറക്ഷന് വില്ലിംഗ്നെസ് ഇല്ല. കാരണം സ്വന്തമായിട്ട് നമ്മൾ ചെയ്ത കാര്യം തെറ്റോ ശരിയോ എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്കില്ല. ഈ പേര് വന്നത് തന്നെ നാർസിയസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ക്യാരക്ടറാണ്, ഒരു രാജകുമാരനാണ്. അത് അദ്ദേഹം സ്വന്തം പ്രതിഫലനം വെള്ളത്തിൽ കണ്ട് അതിൽ അനുരക്തനായി അങ്ങനെ അങ്ങ് ഇല്ലാതെയായി എന്നാണ് പറയുന്നത്, അതിൽ ഭ്രമിച്ചില്ലാതെയായി എന്നാണ് പറയുന്നത്. അപ്പം ആസ് ദ സെയിങ് ഗോസ് ഇവര് അത്രയും ആത്മാനുരാഗികളാണ്. അപ്പൊ അതുകൊണ്ട് വേറെ ആരും ഇവരുടെ ലൈഫിലില്ല, അവർക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവനവനെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാ വേറൊരാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നേ? വേറൊരാളേ ഇല്ല അവർക്ക്. പിന്നെ അതർ തിങ്സ് ആർ ഇറെലവൻറ്റ്. അപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണ് ബേസിക്കലി പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്, വിക്ടിം ആവുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് എപ്പോഴും ഈവൻ ഇഫ് എന്താ പറയുക, രണ്ട് ഭാഗത്തുനിന്ന് എപ്പോഴും നമ്മൾ പോസിറ്റീവ്സ് മാത്രമാണ് കാണിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇത്തരം ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ മറ്റേ ആളെ ഫോളോ ചെയ്യിക്കാൻ ഒരു സ്പെഷ്യൽ കഴിവുള്ളത് പോലെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൈൻ? ഈ പലരും ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ആദ്യത്തെ 6 months എന്ന് പറയുന്നത് അതിന്റെ ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ. ഞാൻ പറഞ്ഞ മാരേജിന്റെ അല്ല, എനി റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്. ഇപ്പൊ ഷിബ്ല പറഞ്ഞില്ലേ, നമ്മളുടെ പോസിറ്റീവ്സ് ആണ് കാണിക്കുക. നമ്മുടെ കയ്യിൽ ഉള്ള പോസിറ്റീവ്സ് അല്ലേ കാണിക്കുക. പക്ഷെ നാർസിസ്റ്റ് ചെയ്യുന്നതിന് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഷിബ്ലയാണ് കാണുന്നതെങ്കിൽ ഷിബ്ലയുടെ പോസിറ്റീവ്സ് എന്താണോ അത് തന്നെ അവര് മിറർ ചെയ്യുക. സോ യു വിൽ എൻഡ് അപ്പ് ബിലീവിങ് വാട്ട് സിമിലർ ലൈക്സ്. പല കാര്യങ്ങളിലും പൊതുവായ താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ന ആളുടെ പുസ്തകങ്ങൾ ഇഷ്ടമാണ്, അയ്യോ എൻ്റെ കയ്യിൽ അയാളുടെ 3 പുസ്തകമുണ്ട് എന്ന് പറയുമ്പം you connect with that person. They are actually mirroring you. You gave them an information, they will just mirror that information back to you. സാധാരണ നോർമൽ റിലേഷൻഷിപ്പിൽ അവനവൻ്റെ ക്വാളിറ്റിയാണ് റിഫ്ലക്റ്റ് ചെയ്യുക.
ഇപ്പോൾ പുസ്തകം വായിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ ഞാനങ്ങനെ വായിക്കാറില്ല, ഞാൻ കൂടുതലും സിനിമയാണ് കാണാറ്. രണ്ടും പോസിറ്റീവ് കാര്യങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യത്യാസം. അപ്പം നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് ഇഷ്ടമാണ്, എല്ലാം ഓക്കെയാണ്, ഇത്രയും ഐഡിയൽ ആയിട്ടുള്ള ഒരാളോ അത് ഭയങ്കര ഭാഗ്യമായിട്ടൊക്കെ ചില ആൾക്കാരങ്ങ് വിചാരിക്കും. അപ്പം തന്നെ നമ്മളത്, കാരണം രണ്ട് കുടുംബ സാഹചര്യങ്ങളിൽ നിന്നും സാമൂഹിക അന്തരീക്ഷങ്ങളിൽ നിന്നും രണ്ട് തരം പേഴ്സണാലിറ്റി എന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇത്രയും അധികം സിമിലർ ആവാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മറന്നുപോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കൊരു യൂഷ്വലി ഉള്ള ഒരു പ്രാക്ടിക്കലി ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ എല്ലാ തരത്തിലും ഒരു ലൈക്കബിലിറ്റി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ദേ ഹാവ് ദിസ് charismatic charming quality in their way of speaking. ഇത്രയും മൃദുഭാഷികൾ എന്ന് പറയും മലയാളത്തിൽ, വെരി സോഫ്റ്റ് സ്പോക്കൺ പീപ്പിൾ. ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മനിയന്ത്രണം പോയി ദേഷ്യം വരേണ്ട സാഹചര്യങ്ങളിൽ പോലും കാം ആൻഡ് കമ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ മറ്റുള്ളവർ അയാളിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഇമോഷണൽ മെച്യൂരിറ്റിയാണ്, വാസ്തവത്തിൽ അവർക്ക് ഇല്ലാത്തതും അതാണ്. അപ്പോൾ അവരവിടെ റിയാക്ഷൻസ് എടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും ബാക്കിയുള്ളവരുടെ മുമ്പിൽ അവരുടെ ഇമേജ് ടാമ്പർ ചെയ്യുന്ന ഒന്നും തന്നെ ചെയ്യില്ല. കാരണം ലേറ്റർ അവർക്ക് അവരുടെ പാർട്ട്ണറെ എല്ലാത്തിനും ബ്ലെയിം ചെയ്യാനുള്ളതാണ്. അപ്പം ഇതൊരു സാധാരണ സംഭവം പോലെയെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും നാർസിസ്റ്റിൻ്റെ ലൈഫിൽ കാലണ്ടറിൽ സ്കീംഡാണ്. അടുത്ത ജനുവരിയിലേക്കുള്ള കാര്യങ്ങൾ അവർ ഈ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും. യു ജസ്റ്റ് വാക്ക് ഇൻ ടു ദെയർ സ്കീം. അപ്പോൾ ഇത് ഇവർ എത്രത്തോളം മനഃപൂർവ്വം ചെയ്യുന്നതാണ്? അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ എത്രത്തോളം ഇത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്? അതോ ദെയർ പേഴ്സണാലിറ്റി ഈസ് ഇൻ എ വേ ദാറ്റ് യുനോ അവരത് ദർ ഇസ് നോ അതർ വേ, അത് മാത്രമേ അവർക്കൊരു വഴിയുള്ളൂ? ഒന്ന്, അവരുടെ എല്ലാവരും പെരുമാറുന്നത് അവനവൻ്റെ കയ്യിലുള്ള വിശ്വാസങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ അവർ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പെരുമാറുന്നത്. ഷിബില ചോദിച്ച ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഇവരിത് ബോധപൂർവം ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചാണല്ലോ നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ വിശ്വാസങ്ങൾ ശരിയാണെന്ന് ഉള്ള അനുമാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവർക്ക് അതിലൊരു തെറ്റ് കാണാൻ കഴിയുന്നില്ല. ഓക്കെ, ഇവിടെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരാൾ തുടർച്ചയായിട്ട് നിങ്ങളെ ഹേർട്ട് ചെയ്യാണ്, അപ്പോൾ നിങ്ങൾ കരയുന്നു, വിഷമിക്കുന്നു, നിങ്ങൾക്ക് അസുഖങ്ങൾ വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു. പലതവണ ഇത് കാണുമ്പോൾ മറ്റേയാളുടെ വേദന കണ്ട് നിങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല? അപ്പോൾ അവിടെ ബോധപൂർവമായ എലമെന്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സോ ദേ ആർ ഇൻസെൻസിറ്റീവ് ടു അതേഴ്സ് പെയിൻ ബിക്കോസ് ദർ ആർ നോ അതേഴ്സ് ഇൻ ദെയർ ലൈഫ്. ദേ ആർ അഗെയിൻ ഫുൾ ഓഫ് ദെംസെൽവ്സ്. ഇപ്പോൾ നിങ്ങൾ കരഞ്ഞ് വിഷമിച്ച് ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങാണ്ടിരിക്കുമ്പോൾ അവർ ഊർക്കം വലിച്ചു കിടന്നുറങ്ങും. അവരൊരിക്കലും നിങ്ങളോട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ വിഷമമായോ നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണ് അവരൊരിക്കലും ചോദിക്കില്ല. അവർ they'll pay a blind eye എന്ന് പറയും. ഓക്കെ ഓക്കെ. ഇപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നടന്ന് കിട്ടുമ്പോൾ അവർ റിലേറ്റീവ്ലി നോർമലായിട്ട് ബിഹേവ് ചെയ്യും. നിങ്ങൾക്കൊരു അസുഖം വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, പിന്നെ അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. പക്ഷെ അത് നിങ്ങൾ മാത്രമേ കാണുള്ളൂ. മറ്റാൾക്കാരുടെ അടുത്ത് അവർ ഫോണിലൂടെയോ അല്ലാതെയോ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്കാണ് വയ്യാത്തെങ്കിൽ അയ്യോ അവൾക്ക് തീരെ വയ്യാതിരിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്, പാവം, എല്ലാം ബാക്കിയുള്ളവരോട് പറയും. നിങ്ങളുടെ റൂമിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നു കാണില്ല. നിങ്ങളോട് ഡോക്ടറുടെ അടുത്തേക്ക് പോകണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് എന്ന് പറയുന്നത് അവരുടെ ഇമേജ് ബെറ്റർ ആക്കാൻ പുറത്ത്, പക്ഷേ അവരുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി വീട്ടിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഡെലിബറേറ്റ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇതിനകത്ത് ഉണ്ടെന്ന് തന്നെയാണ് അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ചില ജെൻഡറിലാണ് പ്രോമിനൻ്റ് ആയിട്ടുണ്ടാവുക നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് നാർസിസ് എന്ന് പറയുമ്പോൾ ഫോർ വാട്ട് എവർ റീസൺസ് ഒരു മെയിൽ ഫിഗർ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണോ അത്? ഷിബില തുടക്കത്തിലും ഹീ ഈസ് എ നാർസിസ്റ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ പറ്റില്ല, രണ്ട് ജെൻഡറിലും ഉണ്ട്. പക്ഷേ മേ ബി വിക്ടിംസ് കൂടുതൽ വരുന്നത് ഫീമെയിൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതൽ മെയിൽ നാർസിസ്റ്റിനെ പറ്റി അറിയാനിടയാകുന്നു. ഈ ഫീമെയിൽ നാർസിസ്റ്റിന്റെ വിക്ടിം ആയിട്ടുള്ള ഒരു മകനോ മകളോ
അത്രയധികം ചിലപ്പോൾ ഹെൽപ്പ് എടുക്കാൻ വന്നോളണം എന്നില്ല. ചിലപ്പോൾ അവരുടെ ലൈഫിൽ വേറൊരു നല്ല പാർട്ട്ണർ വന്നിട്ടോ ഒക്കെ ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം. ഇപ്പം അതേപോലെ ഇപ്പോൾ ബോർഡർ ലൈൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി മെയിലിലും ഉണ്ട്, മെയിൽ ആൾക്കാരിലും മെന്നിലും ഒക്കെ ഉണ്ട്. പക്ഷെ കൂടുതൽ ഹെൽപ്പ് എടുക്കാൻ വരുന്നത് പെൺകുട്ടികളാണ്. കാര്യം അവർക്ക് അവരുടെ മാരീഡ് ലൈഫിലോ റിലേഷൻഷിപ്പിലോ കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാണ്. അവർക്ക് സ്വന്തം അമ്മമാരോട് പ്രശ്നങ്ങളാവാണ്. ടീനേജ് അഡോളസെന്റ് ക്രൈസിസ് സമയത്തൊക്കെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള പെൺകുട്ടികൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് അമ്മമാരുമായിട്ട് അവർക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നൊരു സമയമാണ്. അപ്പോൾ കൂടുതലായിട്ട് അവർ ട്രീറ്റ്മെൻറ്റിന് വരുന്നു, അല്ലെങ്കിൽ അവരെ പറ്റി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നു. പക്ഷേ ഇത് ഒരു എന്താ പറയുക, അതിനകത്തൊരു ജെൻഡർ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റിപ്പോർട്ടഡ് കേസസ് ഓർ ദ കേസസ് വിച്ച് ബിക്കം വിസിബിൾ, അതിനകത്തൊരു ജെൻഡർ ഡിഫറൻസ് ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായി. അതായത് യൂഷ്വലി ഹെൽപ്പ് എടുക്കാൻ വരെ വിക്ടിംസ് ആണ്. അതെ അല്ലേ? വിക്ടിംസ് വരുമ്പോഴാണ് ഇപ്പോൾ വിക്ടിംസ് ഇത് എൻ്റെ ഹസ്ബൻഡ് നാർസിസ്റ്റ് ആണ് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ നാർസിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വിക്ടിമും വരില്ല. വരുന്നത് അതർ സൈക്യാട്രിക് ഇൽനെസ്സസും ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതർ ഫിസിക്കൽ ഇൽനെസ്സസും ആയിരിക്കും. ഇപ്പം പല സൊമാറ്റിക് ഡിസോർഡേഴ്സും, അതായത് നമ്മളുടെ വയറിനെയൊക്കെ ബാധിക്കുന്ന, ആമാശയത്തിനെ ബാധിക്കുന്ന ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസോർഡേഴ്സ് പലതും ഈ വിക്ടിംസിനുണ്ട്. ഭയങ്കര ഹൈ ഇൻസിഡൻസ് ആണത്. അപ്പോൾ ഇവരെന്താ ചെയ്യുക, ഇത് ആങ്സൈറ്റി ആണെന്നോ അല്ലെങ്കിൽ ട്രോമയുടെ ബാക്കി പത്രമാണെന്നോ മനസ്സിലാക്കാതെ അവർ മെഡിക്കൽ ഡോക്ടേഴ്സിനെ കണ്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുത്ത് ഇങ്ങനെ നടക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഉറക്കം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ഡോക്ടർ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിന് റെഫർ ചെയ്യുക. ചിലപ്പോൾ അവരുടെ 6 വർഷം കഴിഞ്ഞ് കാണും. ഓക്കെ, അപ്പം നമ്മുടെ നാട്ടിൽ പൊതുവേ ഈ സൈക്കോളജിക്കൽ ഇമോഷണൽ ഫാക്ടേഴ്സിനെ ട്രിവിയലൈസ് ചെയ്യുന്നൊരു രീതിയുണ്ട്, നിസ്സാരവൽക്കരിച്ച് കാണും. നമ്മളിപ്പോൾ ഒരു പല്ലുവേന എന്ന് പറഞ്ഞാൽ എന്നാൽ വാ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറയും. എനിക്ക് നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കണു, അതൊക്കെ ചുമ്മാതെയാ, തോന്നല. ഡിപ്രഷനോ ഐസ്ക്രീം കഴിച്ചാൽ മതി മാറിക്കോളും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാനും ഹെൽപ്പ് കിട്ടാനും താമസിക്കും. അതുകൊണ്ടല്ലേ കുട്ടികളിലൊക്കെ ആത്മഹത്യയൊക്കെ കൂടി വരുന്നേ, നമ്മളത് സമയത്ത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിൽ വിക്ടിം ആവുന്ന ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലും അവരുടെ ചൈൽഡ്ഹുഡിൽ പാരന്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് സാധ്യത കൂടുതലാവുക ടു ബി എ വിക്ടിം എന്നുള്ള അങ്ങനെയുണ്ട്. അതായത് ചില ആൾക്കാർ നമ്മൾ പറയുമല്ലോ, ഒരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞിട്ട് ദേ വിൽ ചൂസ് റോങ്, എപ്പോഴും റെഡ് ഫ്ലാഗ് തന്നെ ചിലർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, അങ്ങനെ പറയും നമ്മൾ. അപ്പോൾ അത് ശരിക്കും എത്രത്തോളം അവർ ഹീൽ ചെയ്യാത്തതിന്, അല്ലെങ്കിൽ അവർ ഒരു ഹെൽപ്പ് എടുക്കാത്തതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് അതിന് ഭയങ്കരമായിട്ട് രണ്ട് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ പേരന്റിങ് എന്ന് പറയുന്ന കാര്യത്തിന് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ അതിഭീകരമായ റോളുണ്ട്, അങ്ങേറ്റത്തെ റോളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നത് ആ ബിഹേവിയറിന് ഒന്നില്ലെങ്കിൽ ആ വീട്ടിൽ അറ്റൻഷൻ കിട്ടിക്കാണും, അല്ലെങ്കിൽ തീരെ കിട്ടിക്കാണില്ല. അപ്പോൾ ഏതാണോ ആ കുട്ടിക്ക് വർക്കായത് അതായിരിക്കും പിൽക്കാലത്ത് ആ കുട്ടി പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചോദിച്ച ചോദ്യത്തിൽ പേരൻറ്റിങ്ങിൻ്റെ ഒരു റോള് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിസ്സാരമായൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടിക്ക് വിശക്കണമെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ടില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയം ഇതല്ല, ഇപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു. വേറൊരു സമയത്ത് എനിക്ക് ഇന്ന സാധനം ചൂസ് ചെയ്യണമെന്ന് പറയാണ് വാങ്ങാനായിട്ട്, അത് നിങ്ങൾക്ക് ചേരില്ല, നിങ്ങൾ ഇത് എടുത്താൽ മതി എന്ന് പറയും. അതായത് അഭിപ്രായങ്ങളെ, അവരുടെ സെൻസിനെ അവർ മനസ്സിലാക്കുന്നതിനെ, അവരുടെ തോന്നലുകളെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇവർ ടീനേജിലേക്ക് എത്തുമ്പം ഇവർക്ക് ഹോർമോൺസിന്റെ ശക്തിയുണ്ട്. അപ്പോൾ അവർ ഭയങ്കര റിബല്യസ് ആയിട്ടൊരു ബിഹേവിയർ എടുക്കുമ്പം നമ്മളിത് ഇതുവരെ കാണാത്തതുകൊണ്ട് പല പേരൻസും അപ്പോൾ ചോദിച്ച കാര്യം സമ്മതിക്കും. അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഇങ്ങനെ ചോദിച്ചാലേ ഇവിടെ ഈ കാര്യം നടക്കുള്ളൂ. ഓക്കെ, ഇത് ഒരു രീതിയാണ്. ഇങ്ങനെയാണ് ബോർഡർ ലൈൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. നാർസിസ്റ്റിക് കുട്ടികൾ ഡെവലപ്പ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്ക് ഒരു തരത്തിലുള്ള അപ്രിസിയേഷനും കിട്ടില്ല. അവരുടെ ടോക്സിക് ആയിട്ടുള്ള മദറിന് ഇഷ്ടമുള്ള പോലെ ബിഹേവ് ചെയ്താൽ മാത്രം ശ്രദ്ധ കൊടുക്കും. മദറിനെ പ്രീണിപ്പിച്ചാൽ ശ്രദ്ധ കൊടുക്കും. മദറിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ചെയ്താൽ സൈലന്റ് ട്രീറ്റ്മെൻറ്റും
ഇമോഷണൽ അബ്യൂസും പണിഷ്മെൻറ്റും കൊടുക്കും. അപ്പോൾ ഇവരെപ്പോഴും മറ്റയാളുടെ അപ്രിസിയേഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രോസസ്സിലായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഇവരുടെ സെൻസ് ഓഫ് സെൽഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങ് കൂടി കൂടി വരും. അവർക്ക് എൻ്റെ അപ്രിസിയേഷൻ എനിക്ക് കിട്ടേണ്ടത്, അങ്ങനെ ഇവർ തന്നെത്താനെ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പതുക്കെ പതുക്കെ മാറുകയാണ്. ഇപ്പോൾ പല വിക്ടിംസും പറയുന്ന ഒരു കംപ്ലൈൻറ്റ് എന്താണെന്നറിയാമോ? അവരുടെ പാർട്ട്ണറിനെ ഇവരിങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കണം. ഒരു കാര്യത്തിന് എത്ര തവണ പ്രശംസിക്കാൻ പറ്റും? അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവർക്കിത് മടുക്കും. അപ്പോൾ ഇവരിത് പറയാണ്ടേ ആകുമ്പോൾ അത് ഒരു അടുത്ത കുറ്റമായിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യും? ബ്ലെയിം ചെയ്യും. അങ്ങനെ ഇതൊരു സൈക്കിളാണ് അബ്യൂസിൻ്റെ. മിററിങ്ങിൽ തുടങ്ങി ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നു. നീ പറയുന്ന ഒന്നും ശരിയല്ല, ഇതാണ് ശരി, ഇത് നിന്റെ തോന്നലാണ്. തോന്നൽ എന്ന് പറയുന്നത് വാലിഡ് അല്ലേ? അതെ. തോട്ട് ഇസ് വാലിഡ്. Yes. You think based on the facts you have derived out of your logic and your information. And if you are convinced it's not valid, you will edit it. That is your flexibility. ഇതില്ല. പിന്നെ നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെയാണ് അവർ നിൽക്കുക. ഞാൻ ഉള്ളതുകൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്, ഇല്ലെങ്കിൽ കാണായിരുന്നു. അപ്പോൾ ഈ വിക്ടിമിന് സത്യത്തിൽ കോൺഫിഡൻസ് തകർന്ന് അവർ പേടിച്ച് അവർക്ക് സ്വം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് കൂടും. അതായത് വാട്ട് ഐ വാണ്ട് ആൻഡ് വാട്ട് ഐ ഡു വിൽ നോട്ട് മാച്ച്. അതിന് നമ്മൾ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയും. അത് ആങ്സൈറ്റി ഉണ്ടാക്കും. ആങ്സൈറ്റി ഉണ്ടാക്കിയാൽ വയറിനകത്ത് ആസിഡ് റിലീസ് കൂടും. എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം ദഹിപ്പിക്കാൻ നേരത്ത് മാത്രം ആസിഡ് റിലീസ് മതി. പക്ഷേ നമ്മളുടെ ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യുന്ന ടെമ്പറൽ ലോബിന് ആമാശയത്തിലേക്ക് ഡയറക്റ്റ് നെർവ് എൻഡിങ്സ് ഉള്ളതുകൊണ്ട് ഇവിടെ ബേജാറുള്ള കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുമ്പോൾ അവിടെ ആസിഡ് റിലീസ് ഉണ്ടാവും. അപ്പോൾ ഭക്ഷണമില്ല. അപ്പോൾ ശരീരത്തിൽ അസുഖമില്ലാതെ ശരീരത്തിൽ ലക്ഷണങ്ങൾ വരാൻ തുടങ്ങും. ശരീരത്തിൽ ലക്ഷണങ്ങൾ വരുമ്പോൾ അസുഖമില്ലാതെ ലക്ഷണങ്ങൾ വരില്ലല്ലോ എന്ന സാമാന്യ യുക്തി ഉപയോഗിച്ച് നമ്മൾ ഡോക്ടർ ഷോപ്പിങ്ങിന് ഇറങ്ങും. ഇതാണ് ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത്. ഒരാളെപ്പോഴും രോഗിയായിരിക്കും, മറ്റേ ആൾ വളരെ ഹെൽത്തി ആൻഡ് ചെയർഫുൾ ആയിരിക്കും. ബിക്കോസ് ദേ ഫീഡ് ഓൺ ദെയർ ഇമോഷൻസ്. അതായത് വിക്ടിമിനും അങ്ങനെ എന്തെങ്കിലും, അതായത് ഇപ്പം ഞാനൊരു എന്താ പറയുക, ഒട്ടും എൻ്റെ ഫീലിങ്സിനെ വാലിഡേറ്റ് ചെയ്യാത്തൊരു സ്പേസിലാണ് ഞാൻ വളർന്നതെങ്കിൽ, ഡു ഐ ഹാവ് എ ടെൻഡൻസി ടു അട്രാക്ട് എ പേഴ്സൺ ഹൂസ് എ നാർസിസിസ്റ്റ്? യെസ്, യു ഹാവ് എ ടെൻഡൻസി ടു അട്രാക്ട്. യു വിൽ ടോളറേറ്റ് മോർ ഓൾസോ. ഇപ്പം നമുക്ക് നമ്മളുടെ ടോക്സിക് മദറിനെ സന്തോഷിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ സന്തോഷിപ്പിക്കേണ്ട ഒരു ആവശ്യം വരികയാണ് ഫോർ ഇല്ലോജിക്കൽ റീസൺസ്. യു വിൽ ജസ്റ്റ് ബ്ലൈൻഡ്ലി ഡു ഇറ്റ് ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് അപ്പിയർ അബ്നോർമൽ ടു യു. യു തിങ്ക് ഇറ്റ് ഇസ് നോർമൽ. വേറൊരു ആൾ ലൈഫിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ആൾക്കാർ കൂട്ടുകാരൊക്കെ ഓരോന്ന് പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു ചോദ്യചിഹ്നം പോലും വരുള്ളൂ. ഇത് സത്യത്തിൽ അങ്ങനെ അല്ലേ? ബാക്കിയുള്ളവർ അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്. നമുക്കും എന്തോ ഒരു ശരികേട് തോന്നും. പക്ഷേ ഇത് നിലനിർത്തണമെങ്കിൽ ഞാൻ അങ്ങനെ നിന്നാലേ ഇത് നിലനിർത്താൻ പറ്റുള്ളൂ എന്ന് അവർക്ക് അങ്ങോട്ട് തോന്നുകയാണ്. കാരണം അവർ വീട്ടിൽ ശീലിച്ച അതാണ്. ഇനിയിപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് പോയിട്ട് ഈ കംപ്ലൈൻറ്റ് പറഞ്ഞു എന്ന് വിചാരിക്കും. ഈ ടോക്സിക് ആയിട്ടുള്ള അമ്മമാർ അവരോട് എന്താ പറയുന്നത്? നിന്റെ കുഴപ്പം കൊണ്ടായിരിക്കുള്ളൂ. അല്ലാണ്ട് മറ്റേ ആൾ ഇത്രയും സൽസ്വഭാവിയായിട്ടുള്ള ഇത്രയും സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാൾ അങ്ങനെ പറയാൻ സാധ്യതയില്ല. അപ്പോൾ ഈ വിക്ടിം വീണ്ടും ബ്രേക്ക് ആവും. വിക്ടിമിൻ്റെ തലയിൽ വരുന്ന സത്യമെന്ന് പറയുന്നത് ഞാൻ പറയുന്ന ആരും വിശ്വസിക്കില്ല. വേറെ ആളോട് പറഞ്ഞു നോക്കും ഇതേ കഥ, വേറൊരാളോട് പറഞ്ഞു നോക്കും ഇതേ കഥ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നാർസിസ്റ്റ് പുറത്തുള്ള എല്ലാവരോടും എനിക്ക് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മറ്റേ ആൾക്ക് ഭയങ്കര മൂഡ് പ്രോബ്ലംസ് ആണ്, അവർ ഭയങ്കര ഇമോഷണലാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു, ഞാനായതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സ്മിയർ ക്യാമ്പയിൻ പുറത്ത് നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടും കൂടിയാണ് ഈ വിക്ടിം പറയുന്ന പല കാര്യങ്ങളും പുറത്തുള്ളവർ മുഖവിലയ്ക്ക് എടുക്കാത്തത്. പക്ഷേ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരാൾ ഈ നാർസിസ്റ്റിൻ്റെ ശരിയായ ഒരു രൗദ്രഭാവം കാണാനിടയാകും. ചിലപ്പോൾ വല്ലാണ്ട് ഇവർ ഉപദേശിക്കാൻ ചെന്നാലോ കൂടുതലായിട്ട് ഇടപെട്ടാലോ ഇവർക്ക് അങ്ങനെ ചെല്ലുന്നവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് കളയുന്നൊരു രീതിയുണ്ട്.
കാര്യം അവർക്ക് എപ്പോഴും വിക്ടിമിനെ സോഷ്യൽ ഐസൊലേഷനിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ അവർ വിക്ടിംസിന്റെ ചിറക് കട്ട് ചെയ്യും. ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളോട് ജോലിക്ക് പോകണ്ടെന്ന് പറയും ഫസ്റ്റ് തിങ്. അതിന് അവർ പറ്റാവുന്ന എല്ലാ ന്യായങ്ങളും അവരതിനു വേണ്ടി കണ്ടെത്തും. ഞാനിത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ പറ്റാത്തൊരവസ്ഥയിലാകും. അതെ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ദിവസമുണ്ട്, അവർക്കൊരു ഇന്റർവ്യൂവിന് പോകാനുണ്ടെങ്കിൽ അവർക്ക് പോകാൻ പറ്റില്ല. ആ പോകാൻ പറ്റാത്ത വിധത്തിലുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു തടസ്സം അന്ന് അവർ സൃഷ്ടിച്ചിരിക്കും. അപ്പോൾ യാത്ര പോകേണ്ട ദിവസം പാസ്പോർട്ട് കാണാതായ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ദിവസം ഒരു 3 പേരെങ്കിലും വിക്ടിംസിനെ കാണുന്നുണ്ട് ഒരു ദിവസം. ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ നമ്പർ. അപ്പോൾ അത്രേ ഇത് സൊസൈറ്റിയിൽ ഹൈ ആണ്. ഇത് ഇങ്ങനെ ഒരു വിക്ടിം ഇപ്പം മാമിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ യൂഷ്വലി നമ്മളൊരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യം വരുമ്പോൾ എങ്ങനെ ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോകാം എന്നാണല്ലോ നമ്മൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്യുക, ഇഫ് ഇറ്റ് ഇസ് യുനോ. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി നമ്മൾ കേട്ട് വരുമ്പോൾ കുറച്ച് കുറവുള്ള പോലെയാണ് തോന്നുക. സോ എന്തെങ്കിലും തരത്തിൽ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള എന്തെങ്കിലും ടാക്ടിക്സ് ഉണ്ടോ? ആസ് ഇൻ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ലെവലിൽ വ്യത്യാസമുള്ള ആൾക്കാരുണ്ടോ? അതായത് ചില ആൾക്കാരെ നമുക്ക് നമ്മുടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്താൽ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും, ഒരു യുനോ ഒരു ഹെൽത്തി എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു മാനേജബിൾ സിറ്റുവേഷനിലെങ്കിലും പറ്റും, അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഈ നാർസിസ്റ്റിൽ ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു സിംപ്ലർ ആയിട്ടുള്ള 2 തരങ്ങൾ എന്ന് പറയാം, ഓവേർട്ട് ആൻഡ് കോവേർട്ട് നാർസിസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരിൽ അവർ പൊതുവെ പുറത്തുള്ള ആൾക്കാർ അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നത് തീരെ താല്പര്യപ്പെടുന്നില്ല. മറ്റവർക്ക് പുറത്തുള്ള ആരെന്തറിഞ്ഞാലും അവർ അങ്ങനെ ഒരു മതിൽ പോലെ നിൽക്കും. അപ്പം മറ്റാൾക്കാരുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരിലേക്കും ഇത് എത്തും എന്നുള്ളൊരു ധാരണ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ കാഠിന്യം കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ചേഞ്ച് ആവില്ല. കാഠിന്യം ചിലപ്പോൾ അവർ കുറയ്ക്കും. പിന്നെ എന്തുകൊണ്ടാണ് പല ആൾക്കാരും പല റിലേഷൻഷിപ്സും ഉപേക്ഷിച്ച് പോവാത്തെ? തിരിച്ചു പോകാനൊരു സ്ഥലം അവർക്കില്ല. കാര്യം ഈ ഫാമിലിയുടെ പേരൻറ്റിങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. 2, ആദ്യമേ ജോലി എന്ന് പറയുന്ന സാധനം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സാധനം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതുകൊണ്ട് മറ്റു മാർഗങ്ങളില്ല. നേരെ മറിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 2 ദിവസത്തിൽ ഡിവോഴ്സായി അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഡിവോഴ്സായി എന്ന് പറയുന്ന. ഇതൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാവാനാണ് സാധ്യത. അതായത് അവർ ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ കണ്ട് ശീലിച്ചവരായതുകൊണ്ട് അൺഹെൽത്തി പാറ്റേൺ അവർ ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യുകയും അവരുടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ആ ഒരു ഔന്നത്യം കൊണ്ട് ഞാനിത് ടോളറേറ്റ് ചെയ്യില്ല എന്നുള്ള തീരുമാനം കൃത്യമായിട്ട് എടുക്കുകയും ആ തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്യുന്നൊരു സൊസൈറ്റി അവരുടെ ചുറ്റും ഉണ്ടാവുകയും ചെയ്യുന്നു. സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. മറ്റാൾക്കാർ ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്ക്, ഇവരെല്ലാ കാര്യങ്ങളും ഈ നാർസിസ്റ്റിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നാൽ ഈ നാർസിസ്റ്റിനെ പറ്റി ഇവർക്ക് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം എത്ര എക്സ്ട്രാ ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കുന്നോ അത്രയും അത് നിങ്ങൾക്കെതിരായി ഉപയോഗിക്കപ്പെടും. അപ്പോൾ അവിടെ ആ വീട്ടിൽ നിലനിന്ന് പോകാനുള്ള ഒരു സ്ട്രാറ്റജി കൃത്യമായ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് 1. 2, ഇവർ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യും എന്ന് പറഞ്ഞില്ലേ, മൈക്രോ മാനേജ് ചെയ്യും. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ എററല്ല, അത് ഇമോഷണൽ അബ്യൂസാണ്. അപ്പോൾ നമ്മളെ പറ്റി മറ്റയാളൊരു കാര്യം പറയുമ്പോഴേക്കും അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് ഫീൽ ചെയ്യാനോ ഗിൽറ്റി ആയിട്ട് അത് തെറ്റാണെന്ന് വിചാരിച്ചിട്ട് തർക്കിക്കാനോ പോകരുത്. ബിക്കോസ് അതേഴ്സ് ഒപ്പീനിയൻ ഡസൻറ്റ് മേക്ക് യുവർ റിയാലിറ്റി. ഇപ്പം ഞാൻ എപ്പോഴും തെറപ്പിയിൽ പറയുന്ന ഒരു എക്സാമ്പിള്, നിങ്ങളോട് ഒരാൾ നിങ്ങൾ തവളയാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഉടനെ എല്ലാവരും പറയും ഞാൻ തവളയല്ല എന്ന് പറയും. നിങ്ങൾ എന്തിനാ പറയുന്നത്? നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങൾ തവളയല്ലാന്ന്? മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇട്ട് തന്നാൽ നമ്മളതിൽ പിടിക്കുമോ? നമ്മളെ അത് ഇമോഷണലി പിടിച്ചു കുലുക്കുമോ? നമ്മൾ അപ്സെറ്റ് ആകുമോ? നമ്മൾ റിയാക്ട് ചെയ്യുമോ ഇൻസ്റ്റെഡ് ഓഫ് റെസ്പോണ്ടിങ് ഓർ ഇൻസ്റ്റെഡ് ഓഫ് ഇഗ്നോറിങ്? ഇതൊക്കെ അവർ ടെസ്റ്റ് ചെയ്യും ആദ്യമേ. അപ്പോൾ ഇതിലൊക്കെ കുടുങ്ങുന്നവരെയാണ് അവർ വിക്ടിം ആക്കുള്ളൂ. അല്ലാത്തവരെ അവർ സ്ക്രീൻ ഔട്ട് ചെയ്യും. എഗെയിൻ മനഃപൂർവ്വം എന്ന് പറയുന്നൊരു എലമെൻറ്റ് ഇതിനകത്തില്ലെങ്കിൽ അവരിങ്ങനെ സ്ക്രീൻ ഔട്ട് ചെയ്യുമോ? അപ്പോൾ അതാണ്. അപ്പോൾ അതേഴ്സ് ഒപ്പീനിയൻ ഡസൻറ്റ് മേക്ക് യുവർ റിയാലിറ്റി. അപ്പോൾ അവരിട്ട് തരുന്ന ബ്ലെയിം ഗെയിം നമ്മൾ ഒരിക്കലും ആ ഗെയിമിലെ പാർട്ട്ണർ ആവരുത്. അപ്പം നമുക്കത് ഇപ്പോൾ നിങ്ങളൊരു തവളയാണെന്ന് പറഞ്ഞാൽ
അറിയോ ഓക്കെ എന്ന് തിരിച്ചു ചോദിക്കാൻ പറ്റണം. അല്ലെങ്കിൽ അത് കേൾക്കാത്ത ഭാവത്തിൽ ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഉൾക്കരുത്ത്, റെസിലിയൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്കില്ല്. അപ്പോൾ റെസിലിയൻസ് ബിൽഡിങ് എങ്ങനെയാണെന്ന് വിക്ടിംസിനെ നമ്മൾ കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ. റെസിലിയൻസ് എന്ന് പറയുന്നത് ക്രൈസിസിൻ്റെ സിറ്റുവേഷനിൽ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. നമ്മൾ വാടിപ്പോകാതെ തകർന്നു പോവാതെ നമ്മൾ തിരിച്ച് ഉയർത്തെഴുന്നേറ്റ് താഴെ ഇട്ടാൽ ഒന്ന് പൊങ്ങി. അതെ അതെ, ഇറ്റ്സ് ലൈക്ക് യു നോ ദാറ്റ് റബ്ബർ ബാൻഡ് ഗെറ്റിംഗ് ബാക്ക്. ആ ഒരു ഇലാസ്തികത നമ്മളുടെ വൈകാരികതയുടെ ഒരു ബാൻഡിലും വരണം. അല്ലാതെ നമ്മൾ ആ ഒരു നെഗറ്റീവ് ഫീലിങ്ങിൽ കുടുങ്ങി അങ്ങോട്ട് അവിടെ നിന്നാൽ യു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലൈഫ്, എവ്രിബഡി എൽസ് മൂവ് ഓൺ. പിന്നെ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ എന്ന് സ്വയം പരിതപിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ ആരായിരുന്നു എന്ന് നിങ്ങൾ മറക്കുവേ. ബിക്കോസ് നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള ഫാക്റ്റും കൂടി ഇവരാണല്ലോ തരുന്നത്, നമ്മളെ ഫീഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു ടോക്സിക് അംനീഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. വേണ്ട കാര്യം പോലും അങ്ങനെയല്ല അന്ന് സംഭവിച്ചു, ഇങ്ങനെയാണ് നീ പറഞ്ഞത് എന്ന് അവർ ഉറപ്പിച്ച് പറയുമ്പോൾ, ഒച്ചയെടുത്ത് പറയുമ്പോൾ നമുക്ക് തന്നെ എന്നാൽ പിന്നെ അങ്ങനെ ആയിരിക്കും, കാര്യം എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ, അതിലേക്ക് അങ്ങോട്ട് കുടുങ്ങുകയാണ്. അപ്പോൾ എന്താ പറയുക, ആ അടിച്ച വഴിയെ പോവുക എന്ന് പറയില്ലേ, ആ ഒരു പാറ്റേണിലേക്ക് വളരെ സുഖമായിട്ട് ഈ വിക്ടിമിനെ യുനോ ഷോയിങ് ക്യാരറ്റ് മേക്കിംഗ് ദി ആനിമൽ വാക്ക് എന്ന് പറയില്ലേ, അങ്ങനെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ മാനിപ്പുലേറ്റീവ് എന്ന് പറയുന്നത്, ലൈയിങ് എന്ന് പറയുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പെത്തലോജിക്കൽ ലൈയിങ് അവരുടെ മറ്റൊരു ക്ലാസിക് ഫീച്ചറാണ്. ഓക്കെ. ഇത് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല, ഇത് പറയുന്നത് ശരിയാണോ കള്ളമാണോ എന്ന് മനസ്സിലാവാത്ത വിധത്തിൽ ഒരു അവിയലാക്കിയിട്ടായിരിക്കും ഇത് പ്രസൻറ്റ് ചെയ്യുക. ചില എലമെൻറ്റ്സ് ഓഫ് ട്രൂത്ത് ഉണ്ടാവും, ചില എലമെൻറ്റ്സ് ഓഫ് മാനിപ്പുലേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ ആൾക്കാർ ആലോചിച്ചിട്ടൊക്കെ ഇരിക്കും. പക്ഷേ അവർക്ക് ഒരിക്കലും ആ കറക്റ്റ് വസ്തുത മാത്രമായിട്ട് ഫണൽ ഡൗൺ ചെയ്യാൻ പലപ്പോഴും മനുഷ്യർക്ക് പറ്റാണ്ട് വരിക. ഒരു വിക്ടിം ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവുമ്പോൾ അവരുടെ ഒരു ഫസ്റ്റ് തോട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫസ്റ്റ് അവരോട് തന്നെ ഉള്ളൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അതെന്തായിരിക്കും? അതായത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഐ എം നോട്ട് ഫീലിംഗ് ഓക്കെ, എന്തായിരിക്കും? ആൻഡ് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ആൾക്കാർ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം കൂടെ അവർ ഫീഡ് ചെയ്യുന്നുണ്ടോ സോ ദാറ്റ് ദ അതർ പേഴ്സൺ വിൽ ഹോൾഡ് ഓൺ? സീറോ ഇല്ല. ഈ വിക്ടിംസ് വരുന്നത് പലപ്പോഴും അവർക്ക് ആങ്കർ ഡിസ്കൺട്രോൾ ഉണ്ടെന്നും പറഞ്ഞാണ്. ലൈക്ക് മൈ പാർട്ട്ണർ ഈസ് സേയിങ് ദാറ്റ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെ, ശരിയാണ്, അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് എപ്പോൾ തുടങ്ങി, എങ്ങനെ ഡെവലപ്പ് ചെയ്തു, ആരുടെ അടുത്താണ് അതുള്ളത്, അത് നമ്മൾ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ, ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ, പ്രോപ്പറായിട്ട് അസസ് ചെയ്യുമ്പോഴാണ് അത് പുറത്തേക്ക് വരിക. ഓക്കെ. ഇവരെ ഒരു നാർസിസ്റ്റ് പ്രകോപിപ്പിക്കുന്നത് ആരും കാണില്ല. 10 തവണ പ്രകോപിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ ഓവർ റിയാക്ഷൻ ആൾക്കാർ കാണും. അതെല്ലാവരെയും കാണിച്ചുകൊണ്ടേ ഈ നാർസിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ. അങ്ങനത്തെ പൊസിഷനിൽ അങ്ങനത്തെ എല്ലാവരെയും നമ്മൾ ചെസ് ബോർഡിലെ കാര്യമൊക്കെ അറേഞ്ച് ചെയ്യുന്ന പോലെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന ദിവസം, ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ടുള്ള ദിവസം, അല്ലെങ്കിൽ യാത്രയുടെ ഇടയിൽ വിത്ത് വിറ്റ്നസ്സസ് അറൗണ്ട് ദം, ദേ വിൽ പ്ലേസ് ദാറ്റ് സീൻ. അപ്പോൾ ഇവർ റിയാക്ട് ചെയ്യും. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ നമ്മളെല്ലാവരും ഒന്ന് കണ്ടതാ. ഈ റിയാക്ഷന് മുമ്പ് 10 തവണ ഇവരെ പ്രൊവോക്ക് ചെയ്തത് ആരും കണ്ടു കാണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 10 പോയിന്റിൻ്റെ സ്കെയിലിൽ 3 പോയിന്റിൻ്റെ കാര്യത്തിന് ഇവരുടെ റിയാക്ഷൻ 8 പോയിന്റാണ്. എന്തായിരിക്കും ഒരു സാധാരണ ആളുടെ ഇമ്മീഡിയറ്റ് ജഡ്ജ്മെന്റ് എന്തായിരിക്കും? ഓഫ് കോഴ്സ് അവർക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത്. കണ്ടത് വിശ്വസിക്കുക, കാണാത്തത് വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്യൂഡോ ലോജിക്ക് നമ്മൾ യൂസ് ചെയ്യാണല്ലോ. അപ്പോൾ കുറേ പേര് അങ്ങനെയാവും. അതുകൊണ്ടാണ് ഈ കേസസ് ഫാമിലി കോടതികളിൽ പലപ്പോഴും തീരാത്തെ. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള കേസുകളാണ് ഏറ്റവും കൂടുതൽ കെട്ടിക്കിടക്കുന്നത്. കാര്യം അവരൊരിക്കലും മറ്റേ ആൾക്ക് ആ ഒരു ഫ്രീഡം, വേറൊരു ലൈഫ് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം അവർ കൊടുക്കില്ല. കാര്യം ഇവർക്കിനി വേറൊരാളെ കണ്ടെത്തി മെൻഡ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടേ. അതാണ്
വേറെ ഏതെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ട്രേറ്റ്സ് നാർസിസ്റ്റിന് ഉണ്ടാവാനുള്ള ബോർഡർ ലൈൻ ഉണ്ടാവാം, ഓക്കെ, ഹിസ്ട്രിയോണിക്കും ഉണ്ടാവാം. ഓക്കെ. ആന്റി സോഷ്യൽ എലമെന്റ്സ് ഇവരുടെ സ്കീമിങ്ങിന്റെ കാര്യങ്ങളൊക്കെ, അതായത് ഗൂഢാലോചന, പ്ലാനിങ് ഒക്കെ നോക്കുമ്പോൾ കുറച്ചൊരു ആന്റി സോഷ്യൽ എലമെന്റ്സ് ഉണ്ട്. പക്ഷെ കൂടുതൽ ഈ ക്ലസ്റ്റർ ബി എന്ന് പറയുന്ന 4 പലതും ഇന്റർചേഞ്ചബിളി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, ഒന്നൊന്നിലേക്ക് ഇത്തിരി തൂവി പോവാം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥയുണ്ട്. പക്ഷെ ഈ ബോർഡർ ലൈനിന് കൂടുതൽ ഹിസ്ട്രിയോണിക്കും നാർസിസ്റ്റിന് കൂടുതൽ ആന്റി സോഷ്യലും എന്ന് വേണമെങ്കിൽ കുറച്ചും കൂടെ ക്ലിനിക്കലി പറയുന്നതാണ് കേട്ടോ ഞാൻ. അങ്ങനത്തെ എവിഡൻസ് ബേസ്ഡ് റിസർച്ച് എനിക്ക് അത്ര ഓർമ്മയില്ല. ഇപ്പോൾ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു പാരന്റ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്? ആ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ലോ കോൺഫിഡൻസ് ആയിരിക്കും. കാര്യം കുട്ടി ചെയ്യുന്ന എല്ലാം തെറ്റാണല്ലോ, എന്ത് ചെയ്താലും അതിനെ വിമർശിക്കുകയാണ്. ജീവിതത്തിൽ അപ്രിസിയേഷൻ, അങ്ങനത്തെ കുട്ടികളെ ഞാൻ കാണുന്നുണ്ട്. 10 വയസ്സുള്ള കുട്ടികൾ തൊട്ട് ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളും ഇപ്പോൾ മറ്റേ 25 വയസ്സുള്ള ജോലി ചെയ്യുന്ന IT പ്രൊഫഷണൽസോ ബാങ്ക് ജീവനക്കാരോ ഡോക്ടേഴ്സോ ആയിട്ടുള്ള കുട്ടികളെയും ഞാൻ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ കുട്ടികൾ മുതിർന്നവരായത്. അപ്പോൾ അവരിൽ പലർക്കും മെറ്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഫാദർ വൂൺസ് ആൻഡ് മദർ വൂൺസ് എന്നൊക്കെ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ചില മദേഴ്സ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ഇമോഷണലി അൺസ്റ്റേബിൾ ആണെന്ന് വിചാരിക്കും. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം ആ വീട്ടിൽ ഒരു കുട്ടിക്കും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം എല്ലാവരും എല്ലാ കാര്യങ്ങളും അവർ പറയുന്ന പോലെ ചെയ്യണം. എവറിഥിങ് ഷുഡ് ബി ത്രൂ മീ. അങ്ങനെ നമ്മളൊരു മനുഷ്യജീവിനെ നിയന്ത്രിക്കാൻ പോയാൽ പിന്നെ അവരുടെ വ്യക്തിത്വം എങ്ങനെ പുറത്തേക്ക് വരും? അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പം അവരുടെ വ്യക്തിത്വത്തിന് എക്സ്പ്രഷൻ കിട്ടുന്ന, അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് ബിലോങ്ങിങ്നെസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ കുറേ പേര് ഹെൽത്തി ആയിട്ടും രക്ഷപ്പെടാറുണ്ട്. ഓക്കെ. പേരൻറ്റ് ടോക്സിക് ആണെങ്കിൽ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. പിന്നെ ഈ മാരൈറ്റൽ കോൺഫ്ലിക്ട്സിലെ മെറൈറ്റൽ സ്കിസം എന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അതിൽ ഈ സ്ക്യൂ എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമ്മളൊരിങ്ങനെ ഒരു വെൽ ഷേപ്ഡ് കർവിൽ സ്ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് ചരിഞ്ഞിട്ടുള്ള ഒരു കർവിനെയാണ് സ്ക്യൂഡ് കർവ് എന്ന് പറയാം. അതായത് ഒരു കുട്ടീനെ ഒരു പേരന്റിന്റെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് മറ്റേ പാർട്ട്ണറെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം സൈഡിൽ. അപ്പൊ അതിനു വേണ്ടി ചിലപ്പോൾ ഈ കുട്ടികൾക്ക് അവർ ചോദിക്കണ എല്ലാം വാങ്ങിക്കൊടുക്കുക, എല്ലാം ഇത് എന്താ പറയാ, പൈസയൊക്കെ കൊടുക്കുക, സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, വഴക്ക് പറയാണ്ടിരിക്കുക, തെറ്റ് ചെയ്താൽ പോലും നോ പറയാതിരിക്കുക. അപ്പൊ അതൊക്കെ ഈ പേഴ്സണാലിറ്റി പ്രോബ്ലം ഉള്ള പേരന്റാ ചെയ്യാ. അല്ലാത്ത പക്ഷം കുട്ടി നന്നാവണം, കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ള മനസ്സുണ്ടാവണം, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയിലേക്ക് കുട്ടീനെ നീക്കണം, ആത്മവിശ്വാസമുള്ളതായിട്ട് കുട്ടി വളരണം എന്നല്ലല്ലോ അവരാഗ്രഹിക്കുക. എൻ്റെ ഭാഗത്ത് നിൽക്കണമെന്നുള്ള അതീവ സെൽഫിഷ് ആയിട്ടുള്ള ഒരു എലമെന്റ് മാത്രമല്ലേ ആ പേരന്റിനുള്ളൂ. അപ്പം അതൊക്കെ ടോക്സിക് എലമെന്റ്സ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഒരു ടീനേജിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു നാർസിസ്റ്റിക് ട്രേറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റുക? ആൻഡ് വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ഇറ്റ്? ഇപ്പോൾ ആസ് ദ സെയിങ് ഗോസ്, ദേ ആർ സോ ഫുൾ ഓഫ് ദെംസെൽവ്സ് എന്ന് പറയുമല്ലോ. ഓക്കെ. നമ്മുടെ കുട്ടികളിലെ എമ്പതി കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വേറൊരാളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ അതിനിപ്പോൾ എന്താ വൈ ബോദർ, ഐ ഡോണ്ട് കെയർ എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനുഷ്യക്കുട്ടികളുടെ മാതിരി ആ ഒരു ഹ്യൂമൻ ഒരു എംപത്തറ്റിക് സാധനം അവർക്ക് കുറയാണോ എന്ന് നമ്മൾ സംശയിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും അവരുടെ മനസ്സിൽ ഇതിനെ പറ്റിയിട്ടുള്ള ആശയം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ശ്രമിക്കണം. അത് നമുക്ക് നമ്മുടെ കോൺവെർസേഷനിൽ, പ്രത്യേകിച്ച് അമ്മമാർക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടാൽ നമ്മുടെ കുട്ടിയുടെ റെസ്പോൺസ് എന്താണ്? അയ്യോ പാവം കഷ്ടം എന്നൊക്കെ പറയാൻ പോലും പറ്റാണ്ട് ഇതിലൊന്നും ഇൻവോൾവ് അല്ലാണ്ട് ഫോണിൽ നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ? അപ്പം ഇതൊക്കെ സട്ടിൽ ക്ലൂസ് ആണ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ റിലേഷൻ അവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടോ? ടേൺ എടുക്കാൻ പറ്റുമോ? റെസ്പോൺസിബിൾ ആണോ? മിസ് ഇന്നത് പറഞ്ഞ് ഏൽപ്പിച്ചു, ഞാൻ കുറച്ചു നേരം നിന്നും ആരെയും കണ്ടില്ല, ഞാൻ പോയി. അതല്ല, ഒരു സാധനം ഏൽപ്പിച്ചാൽ അതിനൊരു എൻഡിലേക്ക് എത്തുക, മറ്റുള്ളവരെ അത് ബാധിക്കുമെന്നുള്ള ധാരണയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക, അല്ലേ? പരിണത ഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ പെരുമാറ്റം മോഡിഫൈ ചെയ്യുക, അതൊക്കെ വേണം.
കോൺസിക്വൻസിനെ പറ്റി ബോധേഡ് അല്ല, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരു ഭയങ്കര സെൽഫ് സെന്റേർഡ് സ്വഭാവമല്ലേ. അപ്പൊ മാം ഒരു സെഷനിൽ ഒരു വിക്ടിമിനെ കാണുകയാണ്. അപ്പോൾ യൂഷ്വലി ഞാൻ കേട്ടിട്ടുണ്ട് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മുടെ പാർട്ട്ണർക്ക് ഉണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ പറയും എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ, അതാണ് ലൈക്ക് എത്ര കുറച്ച് കാലം നിങ്ങൾ അത് അനുഭവിക്കുന്നു അത്രയും കുറച്ച് ട്രോമ നിങ്ങൾക്ക് ഹീൽ ചെയ്താൽ മതി എന്നുള്ളതാണ് പറയാ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. യൂഷ്വലി അങ്ങനെ തന്നെയാണോ അത് പറയാറുള്ളത്? ഈ കൗൺസിലിങ്ങിൻ്റെയും തെറപ്പിയിലെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അപ്പോൾ കൗൺസിലിങ്ങിൽ ചിലപ്പോൾ ആൾക്കാർ ഡയറക്റ്റ് സജഷൻസ് ഇങ്ങനെ കൊടുക്കുമായിരിക്കും പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ തെറപ്പി ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പം തെറപ്പി ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ തീരുമാനമെടുക്കാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ, ആ ഏരിയയിലുള്ള ലാക്യുനേസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്സ് കണ്ടെത്തി ആ സ്കിൽസ് അവർക്ക് കൊടുത്ത് അവരെ റെസിലിയൻ്റ് ആക്കിയിട്ട് ആ തീരുമാനം സ്വന്തമായിട്ട് അവരെടുക്കാൻ പ്രാപ്തരാക്കി ഒരു ലൈഫ് ടൈം സ്കില്ലുമായിട്ട് ഒരാൾ പോവാന്നുള്ളതാണ് തെറപ്പിയുടെ ഉദ്ദേശം. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചധികം സെഷൻസ് ഒക്കെ ഇതിന് 12 or 15 സെഷൻസ് ഒക്കെ നമുക്കിതിന്, ഇത് ഞാനൊരു ആവറേജ് കണക്ക് പറഞ്ഞതാണ്, വേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇന്നത് ചെയ്യുമെന്ന് വേറൊരാളോട് പറയാൻ പാടില്ല. അത് തെറപ്പിയുടെ റൂൾസിന് എഗെയിൻസ്റ്റ് ആണ്. നമുക്ക് ഇപ്പം അവരുടെ ജീവൻ അപകടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെൻസ് ചെയ്തു എന്ന് വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്കത് പറയാം, അല്ലെങ്കിൽ നമുക്ക് നിയമവ്യവസ്ഥയിൽ അത് റിപ്പോർട്ട് ചെയ്യാം. അതല്ലാണ്ട് തീരുമാനമെടുക്കലുകളെ പറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യുമെന്നൊന്നും ഒരു തെറപ്പിസ്റ്റും പറയാൻ പാടില്ല, അല്ലെങ്കിൽ പറയാറില്ലെന്നാണ്. അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർക്ക് ആവശ്യമായ എല്ലാ കഴിവുകളും ബിൽഡ് ചെയ്യാൻ അവർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്കൊപ്പം യാത്ര ചെയ്ത് അവരുടെ ലൈഫ് സ്കിൽസ് കംപ്ലീറ്റ്ലി മാറ്റുക എന്നുള്ളതാണ് തെറപ്പിയുടെ ഉദ്ദേശം. അപ്പോൾ അവരുടെ വൈകാരികമായിട്ടുള്ള ഒരു കാർമേഘങ്ങളുണ്ടല്ലോ, ക്ലൗഡിങ്, അത് ക്ലിയർ ആവും. അവരുടെ മനസ്സിൽ ക്ലാരിറ്റി വരും, വെളിച്ചം വീഴും. അവരെ നമ്മൾ റിലാക്സ് ചെയ്യാനുള്ള മാർഗങ്ങൾ പഠിപ്പിക്കും, അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. പുതിയതായിട്ട്, അതായത് ചുറ്റും നടക്കുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ പഠിപ്പിക്കും. ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ അവരെ നോ പറയാൻ പഠിപ്പിക്കും. ബൗണ്ടറീസ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത് പഠിപ്പിക്കും. പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, ഡിസിഷൻസ് എങ്ങനെ എടുക്കുക, ഇത്തരം എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സ്കില്ല്, ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ചോദ്യം വരുമായിരുന്നു, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് വാട്ട് എവർ. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്താ, അറിയാവുന്ന എല്ലാം എഴുതി വെക്കും. സത്യത്തിൽ ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഈ പറയുന്ന കാര്യത്തിനെ പറ്റി അറിയാവുന്നത് എഴുതണം, പ്ലസ് നിങ്ങളുടെ ഒരു വിചിന്തനം, ഗുണദോഷ വിചിന്തനം എഴുതണം എന്നാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന സ്കില്ല് പലപ്പോഴും വിക്ടിംസിന് ഷട്ട് ഡൗൺ ആയി പോകും. കാരണം ഫാക്റ്റ് ഇവർ കേൾക്കുന്നില്ലല്ലോ, അവർ പറയുന്നത് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. ക്രിട്ടിക്കൽ തിങ്കിങ് ബിൽഡ് ചെയ്യണം. ഇപ്പോൾ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, അതിൻ്റെ ഗുണദോഷ വിചിന്തനം എൻ്റെ സാഹചര്യത്തിൻ്റെ നടത്താനായിട്ട് ഒരാൾ പ്രാപ്തയാകുന്ന അല്ലെങ്കിൽ പ്രാപ്തനാകുന്ന ദിവസം അവർക്ക് വേണ്ട ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും. അതുതന്നെയാണ് തെറപ്പിയുടെ ആത്യന്തികമായ ലക്ഷ്യം. പിന്നെ നമ്മൾ അവർ കാണാൻ വരുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അപ്പം അതാണ് ശരിക്കും അൾട്ടിമേറ്റ് ഗോൾ ഓഫ് തെറപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കിൽസ് എല്ലാം നമ്മളൊരാൾക്ക് കൊടുത്താൽ പോലും ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ പാർട്ട്ണറായിരിക്കുന്നത് എത്രത്തോളം സ്റ്റിൽ സഫറിങ് ആണ്. അത് ആ ഒരു സഫറിങ് ഇല്ലാതെ അവർക്ക് അതൊരു എൻഡ്ലെസ് സഫറിങ് തന്നെയാണ്, അതിലൊരു തർക്കമില്ല. കാരണം somebody who is so full of themselves, somebody who doesn't bother about the other person, അവർക്ക് എങ്ങനെയാണ് ഒരു ഗിവർ ആവാൻ പറ്റുന്നത്? They are always takers. The victims are always givers. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് സിമിലർ ആയിട്ടുള്ള അതർ ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് ആൾക്കാർ പോകുന്നത്. അവർ റീബിൽഡ് ചെയ്യാത്തോണ്ടാണ് അവരങ്ങനെ പോകുന്നത്. നേരത്തെ ഷിബിൽ അത് ചോദിച്ചല്ലോ, വൈ ഡു ദേ അട്രാക്ട് റെഡ് ഫ്ലാഗ്സ്, വൈ ഡു പീപ്പിൾ എൻഗേജ് ഇൻ റീബൗണ്ട് റിലേഷൻഷിപ്സ്, അല്ലെ? അങ്ങനെ ഒരു ടേം ഉണ്ടല്ലോ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് ഓക്കെ ഈ കുപ്പായം ശരിയായില്ല എന്നാൽ അടുത്ത കുപ്പായം ഉടനെ ട്രൈ ചെയ്യല്ല. അതാണ് പലരും ചെയ്യണേ. നമ്മള് ഫിറ്റായി നമുക്കെന്താ വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്കിൽസ് ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മറ്റൊരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കാൻ പോലും പാടുള്ളൂ. യു ആർ എ വിക്ടിം ഓർ യു ആർ വാട്ട് എവർ,
യു നീഡ് ടു മേക്ക് യുവർ സെൽഫ് ക്വാളിഫൈ ടു ബി എ പാർട്ട്ണർ. ഇപ്പോൾ രണ്ടുപേരുടെ കല്യാണം തീരുമാനിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? നിങ്ങൾ വിവാഹത്തിന് വേണ്ടി നിങ്ങളെ എങ്ങനെ പ്രിപ്പയർ ചെയ്തു? നമ്മളിപ്പോൾ വീടിന് പെയിൻ്റ് അടിച്ചു, അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ വാങ്ങി, അത് വാങ്ങി, ഇതാണോ പ്രിപ്പറേഷൻ? അല്ലേ? മാനസികമായിട്ട്, വൈകാരികമായിട്ട്, പെരുമാറ്റപരമായിട്ട് നിങ്ങളെങ്ങനെ തയ്യാറെടുത്തു? അതല്ലേ പാർട്ട്ണർ എന്ന് പറയുന്നത്. അങ്ങനെ ഇനിയെങ്കിലും നമ്മൾ മാറണ്ടേ? അല്ലേ? എന്തോ അങ്ങനെ പറയുമല്ലോ, യു ഹാവ് ടു മാരി സംബഡി ഹു വാണ്ട്സ് ടു ബി എ പാർട്ട്ണർ, നോട്ട് ബിക്കോസ് യു നീഡ് എ പാർട്ട്ണർ. അപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ടൈപ്പ്, അതായത് ഇപ്പം പറഞ്ഞു വന്ന് നോക്കുമ്പോൾ ഒരു നാർസിസിസ്റ്റിന് ഒരു തരത്തിലൊരു പാർട്ട്ണറിനെ മാനേജ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ തിരിച്ച് ഒരു നാർസിസിസ്റ്റിനെ ഒരു പാർട്ട്ണർക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും തോന്നില്ല. ബട്ട് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ടോ ദാറ്റ് ദേ യുനോ ഒരു നാർസിസ്റ്റും ആണെങ്കിൽ വിൽ ദേ ഗോ യുനോ? ഒട്ടും പറ്റില്ല. ഏതെങ്കിലും. പക്ഷേ ചില സമയത്തൊക്കെ ഈ ക്ലസ്റ്റർ ബിയിലുള്ളവരും ക്ലസ്റ്റർ സിയിലുള്ളവരും വളരെ സിംഗിൾ പോകുന്ന കണ്ടിട്ടുണ്ട്. കാരണം അവര് ബേജാറുകാരായതുകൊണ്ട് അവരൊരു പ്രശ്നത്തിന് നിൽക്കില്ല. പക്ഷെ സൈലന്റ് സഫറിംഗ് ആണ്. ഐ എം നോട്ട് സേയിങ് ഇറ്റ്സ് എ ഹെൽത്തി റിലേഷൻഷിപ്പ്, ബട്ട് ഇറ്റ് കുഡ് ബി എ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്സ്. നമ്മുടെ ചുറ്റും നമ്മൾ അങ്ങനെ കാണുന്നില്ലേ? ഓ, അവരെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് അവർ ക്ലസ്റ്റർ സി ആയതുകൊണ്ടാണ്. പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഓക്കെ. ഇനി മറ്റേ കൂട്ടരാന്ന് വിചാരിക്കും ഇതിലൊന്നും ഇൻവോൾവ് ആവാത്തെ. അങ്ങനത്തെ ആൾക്കാരെ നാർസിസിസ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദേ നീഡ് ടു എലിസിറ്റ് ഇമോഷൻസ് ഇൻ യു ഓർ ഫ്രം യു റാദർ. അവർക്ക് നിങ്ങൾ ബഹളം വെക്കുന്നതും കരയുന്നതും തകരുന്നതും ഫ്രസ്ട്രേറ്റഡ് ആവുന്നതും അവർക്ക് കാണണം. അതാണ് അവരുടെ ഹൈ എന്ന് പറയുന്നത്. അതുണ്ട്. അപ്പം ക്ലസ്റ്റർ എയിൽ അത് വർക്കാവില്ല. കാര്യം അവർക്ക് ഇമോഷൻസ്, അവർ അലൂഫാണ്, ഡിറ്റാച്ച്ഡ് ആണ്. മനസ്സിലായോ? അവര് മറ്റേ നോൺ റിയാക്റ്റീവ് മെറ്റലാ. ഈ ക്ലസ്റ്റർ ബി ഈസ് ഫുൾ ഓഫ് കാറ്റലിസ്, രാസത്വരകങ്ങളാണ് എല്ലാവരും. അപ്പൊ അതാണ് നാർസിസ്റ്റിന് വേണ്ടത്. ഇവർ ബാക്കിയുള്ള, ഇപ്പോൾ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ ബാക്കിയുള്ള റിലേഷൻഷിപ്സിലൊക്കെ ആസ് എ ഫ്രണ്ട്, അല്ലെങ്കിൽ ഇൻ വർക്ക്, ഒരു വർക്ക് സ്പേസിൽ, അങ്ങനെയൊക്കെ എത്തരത്തിലായിരിക്കും? എക്സലന്റ് ആയിരിക്കും. കാരണം ദേ വോണ്ട് അപ്രിസിയേഷൻ. ഒരു വിക്ടിമിനെ അവർ ചൂസ് ചെയ്യുള്ളൂ ബേസിക്കലി. അത് അവരുടെ പാർട്ട്ണർ ആയിരിക്കും, റൊമാൻറ്റിക് പാർട്ട്ണർ ആയിരിക്കും. അതാണ് കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയുള്ളൂ എന്നൊരു ചൊല്ലുള്ളത്. നാടിന് നല്ലവൻ വീടിന് കൊള്ളില്ല എന്നൊക്കെ ചൊല്ലി. ഇതെല്ലാം ഇൻ എ വേ ഇറ്റ് ഈസ് അല്ല, മലയാളത്തിലെ അതാണ് ഈ ഭാഷയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ, ഓരോ പഴഞ്ചൊല്ല് നമ്മൾ ഒരു കുട്ടീനെ എല്ലാ ദിവസവും പഠിപ്പിച്ചു പോയാലുണ്ടല്ലോ, ബേസിക് ഫിലോസഫി ഓഫ് ലൈഫ് കിട്ടി. അബ്സല്യൂട്ട്ലി. പ്ലസ് ഓൾ ദ ഫിൽറ്റേഴ്സ് വിച്ച് ദേ വിൽ യൂസ് വൈസ്ലി. അപ്പം നമ്മളുടെ ഈ ജീവനമാർഗങ്ങൾ, ജീവനകലകൾ എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഈ പഴഞ്ചൊല്ലിൽ കൂടിയൊക്കെയാണ് നമ്മൾ പാസ് ഓൺ ചെയ്ത് വന്നിട്ടുള്ളതേ. അപ്പം അതിന് നമ്മളൊരു ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കണം. വളരെ അർത്ഥപൂർണമല്ലേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അപ്പോൾ കറക്റ്റ് ടൈമിൽ അവർക്ക് ഈ സാധനം ഓർമ്മ വരും. ഈ പഴഞ്ചൊല്ല് പഠിപ്പിക്കുക എന്ന് പറയുമ്പം അത് എഴുതി പഠിപ്പിക്കുക എന്നുള്ളതല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നും അത് കുട്ടികളോട് വിശദീകരിക്കുകയും അത് ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കാമെന്നും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു സംഭവം വിവരിച്ചുമൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലൊരു ക്വാളിറ്റി ടൈം സൃഷ്ടിക്കപ്പെടും നമ്മുടെ കുട്ടിയും നമ്മളുമായിട്ട്. അപ്പം അതൊക്കെ ജെന്റിൽ പേരൻറ്റിങ്ങിൻ്റെ നല്ല ഇൻഡിക്കേറ്റേഴ്സാണ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വരുമ്പോൾ നമ്മൾ വിക്ടിമിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് ചിന്തിക്കുക. ബിക്കോസ് ഐ ഫീൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല. ദേ ആർ ഓൾവേസ് ഫീലിംഗ് അവർക്ക് തെറ്റുകൾ മനസ്സിലാവുന്നില്ല, തെറ്റാണെന്ന് മനസ്സിലാവുന്നില്ല, അവർക്ക് ഗിൽട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇതെല്ലാം ഓപ്പോസിറ്റ് ആൾക്കാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്കിത് ആദ്യം ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ, എസ്പെഷ്യലി ഒരു പാർട്ട്ണർ ആയിരിക്കെ, നമ്മൾ പലപ്പോഴും സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്തോ നമുക്ക് ഈ ചേഞ്ച് വരുത്തിയാൽ ഇത് ബെറ്റർ ആവുമോ? എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസോർഡറിൽ പെട്ടെന്ന് ആൾക്കാർ വിട്ടുപോരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ദിൽ റിമൈൻ ദർ, ദിൽ ട്രൈ ടു ചേഞ്ച് ദ പേഴ്സൺ, ദിൽ ട്രൈ ടു ചേഞ്ച് ദ സിറ്റുവേഷൻ, അങ്ങനെ നിൽക്കുന്നതാണ് കാണാറുള്ളത്. അത് എത്രത്തോളം എന്താണെന്ന് വെച്ചാലേ, യു ആർ നോട്ട് ഇനഫ്, യു ആർ നോട്ട് ഡൂയിങ് വെൽ എന്നാണല്ലോ അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. അപ്പോൾ ഇത് പല വഴിക്കും ശ്രമിക്കും. കാര്യം ഇവർക്ക് സപ്പോർട്ടിന് ആരുമില്ല. ഇവർ പറയുന്ന ആരും വിശ്വസിക്കില്ല. വാട്ട് എൽസ് ദേ ഹാവ് ആസ് എൻ ഓപ്ഷൻ? സോ മെനി പീപ്പിൾ ദിൽ കീപ് ട്രൈങ്. ഇനി
ഇവരിതിന്ന് പുറത്തിറങ്ങിയെന്ന് വിചാരിക്കേ, എന്നാലും ഇവർക്ക് ഇതിൽ നിന്ന് മാനസികമായിട്ട് പലപ്പോഴും മോചനമില്ല. ദാറ്റ് ഇസ് കോൾഡ് ട്രോമ ബോണ്ടിങ്. ദാറ്റ്സ് അനദർ ടോപ്പിക്. നമ്മൾ എപ്പോഴും പറയും ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഹെല്ലാണ് നമ്മൾ ചൂസ് ചെയ്യുക. നോൺ ഡെവിൾ ഇസ് ബെറ്റർ ദാൻ അൺനോൺ എന്ന് വിചാരിക്കും. ഇറ്റ്സ് എ സ്യൂഡോ ഫിലോസഫി. ബട്ട് അങ്ങനെ അതായത് അങ്ങനെയല്ല, പക്ഷെ അങ്ങനത്തെ ഒരു തോട്ട് ആൾക്കാർക്ക് വരും. ട്രോമ ബോണ്ടിങ് വരും. കറക്റ്റ് ആണ്. ആക്ച്വലി യു ആർ നോട്ട് മിസ്സിംഗ് ദാറ്റ് പേഴ്സൺ. യു ആർ മിസ്സിംഗ് ദി ഐഡിയ ഓഫ് വാട്ട് ദാറ്റ് പേഴ്സൺ ക്യാൻ ബി. ഇവർക്ക് എന്താവാൻ പറ്റും? കാര്യം ഈ 2-3 ദിവസത്തെ ലവ് ബോംബിംഗ് എന്ന് പറയുന്ന അതിതീവ്രമായ സ്നേഹം കാണിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അതുപോലെ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരാളായിട്ട് ഇവർക്ക് മാറാൻ പറ്റുമല്ലോ. അപ്പൊ ആ ഇമേജിനെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. ഈ ആളെയോ ഈ കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല, ഇതിൽ പലതും മറന്നുപോകും. കാരണം മിക്ക വഴക്കുകളും ടുവേർഡ്സ് നൈറ്റ് ആയിരിക്കും. അത് നാർസിസ്റ്റിന്റെ വേറൊരു സ്ട്രാറ്റജിയാണ്. ദേ വോണ്ട് ലെറ്റ് ദ വിക്ടിം സ്ലീപ്പ് ഇൻ പീസ്. ഇന്റർഫിയറിംഗ് വിത്ത് സ്ലീപ്പ് വിൽ കോസ് മെമ്മറി പ്രോബ്ലംസ്. ദേ നോ. പിറ്റേ ദിവസം അവർക്ക് എണീക്കാൻ പറ്റില്ല, അവർക്ക് തലവേദന, മൈഗ്രെയിന്, ബുദ്ധിമുട്ട്, ആസിഡിറ്റി, ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അവരുടെ ലൈഫിൽ ഒരു ക്യാസ് അങ്ങോട്ട് സൃഷ്ടിക്കുകയാണ്, മെസ്സാക്കുവാണ്. അപ്പോൾ ഈ പല കാര്യങ്ങളും ഇവർ മറന്നു പോണത് അതുകൊണ്ടാണ്. അത് അവർ ഇവരുടെ അഡ്വാൻറ്റേജിന് ഉപയോഗിക്കുകയും ചെയ്യും. ഇല്ല, അന്ന് തന്നത് ഈ ചെക്കായിരുന്നില്ല, ഈ രൂപയായിരുന്നില്ല, അതായിരുന്നു മറ്റേതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഡിസ്മിസ് ചെയ്യും. ബിക്കോസ് ദി അതർ പേഴ്സൺ ഇസ് നോട്ട് ഷുവർ. അവർ എന്നാൽ ശരി അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ പിൻവാങ്ങും. പക്ഷെ പതുക്കെ ഇപ്പൊ ഇവർ തെറപ്പിയൊക്കെ എടുത്തു തുടങ്ങിയെന്ന് വിചാരിക്കും, അവർ കുറച്ചും കൂടെ ബെറ്ററായി, അവരുടെ സെൽഫ് എസ്റ്റീം ബെറ്ററായി വിചാരിക്കും. അവർ കുറച്ചുകൂടി കൃത്യതയിൽ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയല്ലല്ലോ ഇത്, ദീസ് തിങ്സ് ആർ നോട്ട് മാച്ചിങ് എന്നൊക്കെയുള്ള ധാരണയിലേക്ക് അവർ എത്തും. അപ്പോഴാണ് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ പലരും ചെയ്യുന്നത് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് പറയാണ്ടിരിക്കുക, ബൗണ്ടറീസ് കൃത്യമായിട്ട് വെക്കുക, പറ്റാത്ത കാര്യങ്ങൾക്ക് നോ പറയുക, എല്ലാ ഇമോഷണൽ ഡ്രാമയും അറ്റൻഡ് ചെയ്യാതിരിക്കുക. ഇഫ് യു വോണ്ട് ടു സർവൈവ് ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്, ആൻഡ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ മെൻ്റൽ ഹെൽത്ത്, യുവർ ഫിനാൻസസ്. You have to have a different social circle, which is not connected with the narcissist. കോമൺ അല്ലാത്ത ഈ 3 കാര്യങ്ങൾ മസ്റ്റാണ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഒരു കാര്യമായിട്ട് പറയാം. ഇപ്പോൾ ഇമോഷണലി കൊടുക്കുന്ന ഒരു ട്രോമ പാർട്ട്ണർക്ക് എന്നുള്ളതിനേക്കാൾ വേറെ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണ് ഈ റിലേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുക? ഈ നാർസിസ്റ്റ് എന്ന് പറയുന്നതേ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ അല്ലല്ലോ. അല്ല. അപ്പം മറ്റേ ആള് ഈ ഇമോഷൻസ് അങ്ങോട്ട് കൊടുത്ത് അവരൊരു ട്രെയിൻഡ് ഔട്ട് അവരൊരു വറ്റി വരണ്ട ഊഷരഭൂമി പോലെ ആവും അവരുടെ മനസ്സ്. അപ്പൊ അവർക്ക് മടുപ്പ് ബാധിക്കും അവരെ. ഹെഡോണിയ എന്ന് പറയും. മനുഷ്യരുടെ ടെൻഡൻസി ഹെഡോണിക് ആണ്, പ്ലഷർ സീക്കിംഗ് ആണ് മനുഷ്യർ. നമ്മൾ എല്ലാത്തിലും ഒരു ഹരവും രസമൊക്കെ സന്തോഷമൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്തും ഒരു എന്താ പറയാ മരവിച്ച അവസ്ഥ എന്ന് പറയില്ലേ. പിന്നെ അവർ ലൈഫ് എൻജോയ് ഇല്ല. പുറത്ത് നോക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ എന്താ കാണും, ഓ ഇവരൊന്നിനും സഹകരിക്കൂല. ആക്ച്വലി ദേ ആർ ഡെഡ് ഇൻസൈഡ്. മനസ്സിലായോ? അവര് ദേ ആർ വിൽട്ടിങ്, ചെടി ഉണങ്ങുന്ന പോലെ ദേ ആർ വിൽട്ടിങ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. അവരുടെ ഒരു 10 വർഷം മുമ്പത്തെ ഫോട്ടോ അല്ലെങ്കിൽ 10 വർഷം മുമ്പത്തെ കൂട്ടുകാരൊക്കെ ഇവരെ കാണുമ്പോൾ ഇതെന്ത് കോലമാണ്, എന്ത് പറ്റിയതാണ്. അതേപോലെ ഇവർ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവർക്ക് കുറേ ചേഞ്ചസ് വരും. അവർക്ക് ഉറക്കം കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഹെൽത്തിന് ഇമ്പ്രൂവ്മെൻറ്റ് വരും. അവർക്ക് അപ്രിസിയേഷൻ കിട്ടും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ, എനിക്കിപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞാൽ ശരി തലവേദനയാണോ എന്നാൽ മരുന്ന് വാങ്ങാമെന്ന് പറയുന്നത് വാലിഡേറ്റ് ചെയ്യുന്നത് അവർ കേൾക്കും. മറ്റത് തലവേദനയോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഈ സമയത്ത് ആർക്കും തലവേദന വരാൻ പാടില്ലല്ലോ എന്നൊക്കെയുള്ള സാധനങ്ങൾ കേട്ട് എന്നാൽ ശരി തലവേദന ഇല്ല എന്ന് സമ്മതിക്കുന്ന അവസ്ഥയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് യു ഗെറ്റ് എ വാലിഡേഷൻ. അപ്പം ഇതേപോലെ ആൾക്കാർ നന്നാവുകയും ചെയ്യും കേട്ടോ പലപ്പോഴും. when they get out of this mess. See, you can't heal in the same environment which hurt you. It's as simple as that. That's true.
അപ്പോൾ ഇപ്പം ഇത് പറഞ്ഞ കൂട്ടത്തിൽ അതായത് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ബിക്കോസ് ഇറ്റ്സ് എക്സ്ട്രീംലി ട്രൊമാറ്റിക് ആയിട്ടുള്ള ഡ്രെയിൻഡ് ഔട്ട് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതിൽ നിന്ന് പുറത്ത് വന്നാൽ എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് ദാറ്റ് ദ വിക്ടിം വിൽ യുനോ വുഡ് വാണ്ട് ടു ഹാവ് അനദർ റിലേഷൻഷിപ്പ് എന്നുള്ളതിന് അവർക്ക് പേടിയായിരിക്കും. അതാ ഞാൻ പറയണേ. ബിക്കോസ് നമ്മളിങ്ങനെ തപ്പും റെഡ് ഫ്ലാഗ് ഉണ്ടോ, ഇത് പ്രശ്നമാണ്. നമുക്കിപ്പം അതിപ്പോൾ നാർസിസ്റ്റ് എന്നല്ല, ഒരു റിലേഷൻഷിപ്പ് വർക്ക് ആവാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യു നീഡ് ടു ഹാവ് എ പാർട്ട്ണർ ഹു വാണ്ട്സ് ടു ബി എ പാർട്ട്ണർ, നോട്ട് സംബഡി ഹൂസ് ലുക്കിംഗ് ഫോർ എ പാർട്ട്ണർ, അല്ലേ? അപ്പം നമ്മളുടെ മാനസികമായ തയ്യാറെടുപ്പുകൾ ടു നർച്ചർ ദ റിലേഷൻഷിപ്പ് രണ്ടുപേരുടെയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പം ഇവർ ഇതിന്ന് പുറത്തിറങ്ങിയോണ്ട് ഇവർ ഓൾറെഡി എന്താണ് പറയുക, കിണറ്റിൽ വീണ ആൾക്കാരായതുകൊണ്ട്, ചൂടുവെള്ളത്തിൽ വീണ ആൾക്കാരായതുകൊണ്ട് അവർക്ക് പേടിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉടനെ തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകരുത്. നിങ്ങളെ റീബിൽഡ് ചെയ്ത് നിങ്ങളുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി എന്നോ നിങ്ങൾ കുഴിച്ചിട്ടേക്കാണ് എവിടെയോ, അത് എടുത്തോണ്ട് അന്ന് കാലത്തിന് അനുയോജ്യമായ വിധത്തിൽ, ആരോഗ്യം സംരക്ഷിക്കുന്ന വിധത്തിൽ, സമാധാനം ക്രിയേറ്റ് ചെയ്യുന്ന വിധത്തിൽ നിങ്ങൾ അതിനെ മോഡിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നതായിരിക്കും ഉചിതം. അപ്പം അല്ലാണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ വേറൊരു കല്യാണം കഴിച്ചാൽ എല്ലാം ശരിയാവും, അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കരുത്. സമയം കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. അവർക്ക് സമയം കൊടുക്കണം, അവരെ ഹീൽ ചെയ്യണം, അവരെ നേർച്ചർ ചെയ്യണം. അവർക്ക് ചിലപ്പോൾ കുറേ ടാലൻസ് ഒക്കെ ഉള്ളവരായിരിക്കും, അതൊക്കെ പെട്ടിയിൽ വെച്ചിട്ടായിരിക്കും ഇവർ ആരോ വേറൊരാളുടെ മാതിരി ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് വരാനായിട്ടുള്ള നമ്മളങ്ങനെ എത്ര പേരെ കാണുന്നു who came out of certain relationships and then they bloom because they have the potential to bloom. A narcissist will never allow anybody else to bloom, whoever that is. Even they can be jealous towards their children. അതൊക്കെ അതിൻ്റെ ഹൈറ്റ് ഓഫ് ദി എന്താ പറയുക ഫീച്ചേഴ്സ് ആണ്. ഇപ്പോൾ പൊതുവേ ഇതിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള ആൾക്കാരെ ആ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ഇപ്പോൾ ട്രോമ ബോണ്ടിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്നേഹിച്ച ആള് ഒരു ഹാബിറ്റായി പോയ, ഒരു ശീലമായി പോയ ഒരു മനുഷ്യൻ, അവരുമായിട്ട് പിന്നീട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നോട്ട് ആസ് എ പാർട്ട്ണർ ഐ എം ടോക്കിംഗ്, ലൈക്ക് ഇഫ് ദർ ഇസ് സംതിങ് എൽസ് ഇസ് ഇൻവോൾവ് ആൻഡ് യു നീഡ് ടു കണ്ടിന്യൂ. ഇപ്പോൾ കുട്ടികളൊക്കെ ഇൻവോൾവ് ആണെങ്കിൽ മേ ബി വിൽ ഹാവ് ടു കണ്ടിന്യൂ ദറ്റ് റിലേഷൻഷിപ്പ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആണ്, എത്രത്തോളം ഡിഫിക്കൽട്ടാണ്? പോസിബിൾ ആണ്, പക്ഷെ ഡിഫിക്കൽട്ടോ. ഹെൽത്തി റിലേഷൻഷിപ്പ് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റില്ല. ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ സംസാരിക്കുക, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക. അത് തന്നെയും ഏതെങ്കിലും സ്ക്യൂഡായിട്ട് ഒരു പാർട്ട്ണർ ആയിരിക്കും കൂടുതൽ എഫേർട്ട് എടുക്കുന്നുണ്ടാവുക. കാര്യം റെസ്പോൺസിബിലിറ്റി ഈസ് സംതിങ് വിച്ച് ഡസൻറ്റ് കം നാച്ചുറലി ടു എ നാർസിസ്റ്റ്. കാര്യം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, ദർ ആർ ഓൾവേസ് അതേഴ്സ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ല, ദർ ആർ ഓൾവേസ് അതേഴ്സ്. അപ്പോൾ അതവർക്ക് അതിൻ്റെ ഒരു വാല്യൂ ഒന്നും അറിയണ്ടാവില്ല, അതവർ അതിനുവേണ്ടി മെനക്കെടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് പുറത്ത് വന്നിട്ട് ഐ സീരിയസ്ലി ഡൗട്ട് ഇറ്റ് ക്യാൻ ബി ഹെൽത്തി, ഇറ്റ് ക്യാൻ ജസ്റ്റ് ബി എ വർക്കിംഗ് റിലേഷൻഷിപ്പ്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ ചിലപ്പം കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു വിക്ടിമാണ്, ഞാനൊരു തെറാപ്പിക്ക് പോയിട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മൈ പാർട്ട്ണർ ഹാസ് എ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഇത് വർക്ക് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ള അത്ര പോലും അക്സെപ്റ്റൻസ് ഇല്ലാത്തൊരു ഏരിയ ആണല്ലോ ഇത്. അപ്പോൾ ഞാൻ എന്നെ മാത്രം ശരിയാക്കിയിട്ട് ഓപ്പോസിറ്റുള്ള ആളുടെ അടുത്ത് എത്ര നന്നായിട്ട് നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഗ്ലാസ്സിനകത്തിരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരു എന്താണ് പറയുക, പുറത്തേക്ക് കാണാത്ത വിധത്തിലൊരു കവചം, സോ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് ഫെർദർ ഡാമേജ്. അത് മാത്രമേ നിങ്ങൾ അതിനകത്ത് നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാർഗമുള്ളൂ. പുറത്തിറക്കുന്നവർക്ക് വേറെ ഒരുപാട് മാർഗങ്ങൾ ലഭ്യമാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്, ഇപ്പം എന്താ പറയുക, ഇൻവിസിബിൾ കവചം. മനസ്സിലായി, വേറെ ആർക്കും കാണാൻ പറ്റാതെ നമ്മൾ മാത്രമേ.
ട്രാൻസ്പെറൻ്റ് അല്ലാത്ത പക്ഷേ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കവചം. ഇപ്പോൾ നമുക്ക് ഒരു പ്രശ്നമുണ്ടായി നമ്മളൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇന്ന് ഒരു പക്ഷേ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ ഒരു 50s ജീവിക്കുന്നവരുണ്ടാവും, ഒരു നാർസിസ്റ്റിനെ സഹിച്ച് ഒരു 30 വർഷമോ 40 വർഷമോ ഒക്കെ കടന്നു വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവനവനിൽ ഉണ്ടാകുന്ന, അതായത് ഒരു നാർസിസ്റ്റിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഒരു വിക്ടിമിന് ഒരുപാട് പറഞ്ഞു ഫിസിക്കലി മെന്റലി ഒക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളും തിരിച്ച് ഇതിങ്ങനെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളും എന്താ? ഈ വിക്ടിംസിന് ജനറലി ഫ്രീക്വന്റ് ഇൽനെസ്സസ് ഉണ്ടാവും. കാരണം ഇത്രയും ആദ്യം പിടിച്ച് ഈ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ കൂടിയിട്ട് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഗോസ് ഹെവയർ. അപ്പോൾ ഫ്രീക്വന്റ് ഇൽനെസ്സസ്. ഓക്കെ, പിന്നെ അതിന് ബ്ലെയിമും ഉണ്ടാവും. ഇവരെപ്പോഴും ആശുപത്രി കയറി ഇറങ്ങി നടക്കുക, ഇവർ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അത് കുട്ടികളോടൊക്കെ ഇങ്ങനെ പറയും, അവർക്ക് എപ്പോഴും അസുഖമാണ്. ബട്ട് വേർ ഡിഡ് ദിസ് സ്റ്റാർട്ട്, ഹൗ ഡിഡ് ഇറ്റ് സ്റ്റെം? ആരും അതിനെ പറ്റിയിട്ട് സംസാരിക്കുകയോ തിരക്കോ ഒന്നും ചെയ്യണില്ല. പിന്നെ ഇപ്പോൾ ഷിബ്ല പറഞ്ഞില്ലേ, യങ് ആയിട്ടുള്ള ആൾക്കാരല്ല വിക്ടിംസ് ആയിട്ട് നമ്മൾ കൂടുതൽ കാണുന്നത്. ഏറ്റവും ലാസ്റ്റ് ഞാൻ കണ്ട ആൾക്ക് 66 വയസ്സാണ്. ഇറ്റ് ഇസ് നോട്ട് പീപ്പിൾ ഇൻ ജസ്റ്റ് 30s. 40s-ലുള്ളവരും 50s-ലുള്ളവരും 60s-ലുള്ളവരും ഇതേ കാര്യത്തിന് വരുന്നുണ്ട്. അല്ല, ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. ചിലർ പ്രസന്റ് ചെയ്യുന്നത് ഡിപ്രഷൻ ആയിട്ടായിരിക്കും, ചിലർ ഡിസ്തൈമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും, ചിലർക്ക് സിവിയർ ആങ്സൈറ്റി, അപ്പർ ഓർ ലോവർ ഗ്യാസ്ട്രിക് സിംറ്റംസ് ഒക്കെ ആയിട്ടായിരിക്കും, ചിലർക്ക് ഫ്രീക്വന്റ് ടെൻഷൻ, ഹെഡ് ഏക്സ് ആയിരിക്കാം, മൈഗ്രെയിൻ ആയിരിക്കാം. അപ്പോൾ അത് എല്ലാവർക്കും ഒരേ സ്ട്രാറ്റജി അല്ല. അപ്പോൾ അവരുടെ അസസ്മെന്റ് ചെയ്ത് അവർക്ക് എന്താണോ സൂട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് എന്താണോ വേണ്ടത്, പ്ലസ് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനോടും കൂടെ പാലിയായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് നമുക്കും ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പം അവരുടെ ചുറ്റുമുള്ള മറ്റാളുകളുണ്ടല്ലോ, ലൈക്ക് കുട്ടികൾ, അവരുടെ അതർ സപ്പോർട്ട് സിസ്റ്റം, അവരോടൊക്കെ നമുക്ക് സംസാരിക്കാനും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുത്ത് ഒരു ഇമോഷണൽ സപ്പോർട്ട് മൊബിലൈസ് ചെയ്ത് കൊടുക്കാനൊക്കെ പലപ്പോഴും പറ്റാറുണ്ട്. അത് തന്നെ ഇവർക്കൊരു റിലീഫായിരിക്കും. എല്ലാവരും പറയുന്ന ഫസ്റ്റ് റിലീഫ്, ഇത് വേറൊരാൾക്ക് മനസ്സിലായല്ലോ. ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം അവരിപ്പോൾ ഏതെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ കാണുമ്പോൾ ഓക്കെ ട്രൂ എന്നൊരാൾ പറയുന്ന മൊമെൻറ്റിൽ അവർ ഭയങ്കരമായിട്ട് റിലീവ്ഡ് ആവും. കാര്യം അവരിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് ടെൻസ്ഡായിട്ട് ഭയങ്കര വലിയൊരു ഭാരം കൊണ്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് being understood is not a small thing. Yes. അപ്പം അതാണ് അവർക്ക് ആദ്യം നമ്മൾ തെറപ്പിയിൽ കൊടുക്കേണ്ടത്. Saying that your thought process is true, your feelings are valid. Now we will think what can be done about this. യൂഷ്വലി ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇപ്പം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പലപ്പോഴും പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ഇഷ്യൂ അല്ല ഉണ്ടാവുക. ആസ് ഇൻ വേറൊരാളോട് പറയുമ്പോൾ ചിലപ്പോൾ അവർക്കത് നോർമലായിട്ട് തോന്നും. ഇവർ ചിലപ്പോൾ പാർട്ട്നേഴ്സിനെ സെക്ഷുവലി ഡിപ്രൈവ് ചെയ്യിക്കും. ഇപ്പൊ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ഇഷ്യൂ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. അപ്പൊ മറ്റേയാൾ ഇങ്ങനെ ഒരു അറ്റൻഷന് വേണ്ടിയിട്ട് ക്രേവ് ചെയ്യും. അപ്പം ഈ ഒരു പ്രോസസ്സിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും ചിലപ്പോൾ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലായിരിക്കും ഇവർക്ക് വേണ്ട എന്തെങ്കിലും ഒരു കാര്യം അവരെ കൊണ്ട് നടപ്പിലാക്കുക. മനസ്സിലായോ? ചിലപ്പോൾ ഒരു അപ്രിസിയേഷനും കൊടുക്കാതെ ആയിരിക്കും ഇരിക്കുന്നത്. ചുറ്റുമുള്ള എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്യായിരിക്കും. ചിലപ്പോൾ ആ കാര്യത്തിന് അവർക്കൊരു ഗവൺമെൻറ് പോലും ഒരു അവാർഡ് കിട്ടിക്കാണും. വീട്ടിലുള്ള ഇയാൾ മാത്രം അപ്രിഷിയേറ്റ് ചെയ്ത് കാണില്ല. അതൊക്കെയാണ് ഈ അൺകോമൺ ചില കാര്യങ്ങൾ. അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് വേറൊരാളെടുത്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ, ഞാൻ ഇതാണ് ഗോ ത്രൂ ചെയ്യുന്നത്, എനിക്ക് എൻ്റെ പാർട്ട്ണറിന് ഇതാണ് സംഭവിക്കുന്നത്, ബിക്കോസ് ഇവരിപ്പോൾ പറഞ്ഞ പോലെ ചിറകൊക്കെ ആദ്യമേ മുറിച്ച് അവർക്കത് പറയാൻ പറ്റില്ല. കാര്യം അവരുടെ വീട്ടിൽ നിന്നേ പറഞ്ഞിട്ടുണ്ട്, കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ നീ ഒരു ഫെയിലിയറാണ്, ഇത് ഷെയിമാണ്. അപ്പോൾ അവർക്ക് ഇത് ചുമക്കേണ്ട ഒരു ബാധ്യത അതും കൂടെ കണ്ടീഷൻ ചെയ്ത് അവരെ വിട്ടേക്കുന്നേ അല്ലേ? അതെ. അപ്പോൾ ഇത് പൊതുവെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഇപ്പോൾ ഞാൻ പറയുന്ന എന്നെ ഒരാൾ എല്ലാ ദിവസവും അടിക്കുന്നു,
എന്നാണെങ്കിൽ എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ്. ഇതിൽ യൂഷ്വലി വരുന്നത് എന്താ വെച്ചാൽ ഇടയ്ക്ക് നമ്മളെ ലവ് ബോംബ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് അവർ നമ്മളോട് പറയുന്നുണ്ട് നീ ഇത് ചെയ്തത് കൊണ്ടല്ലേ ഞാനിത് ചെയ്തു, ഞാൻ നിന്നെ തല്ലിയതല്ലേ, ഞാൻ നിന്നോട് ഇത്ര ഒച്ച എടുത്തത് നീ അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ആ റിയാക്ട് ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് അവർ അഡ്രസ് ചെയ്യില്ല, അവരൊന്നും അഡ്രസ് ചെയ്യില്ല. ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ അവരുടെ ആ മാപ്പ് പറച്ചിലുണ്ടല്ലോ, ഇവർ ഒന്നാമത് സോറി പറയില്ല. അവർക്കൊരു ക്ലാസിക് സോറി പറച്ചിലുണ്ട്, നീ ഇത് പറഞ്ഞത് കൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇനി അത് നിനക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ ബുദ്ധിമുട്ട് ആണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അത് വിട്ടുകളാ. ഇതിനകത്ത് സോറി എവിടെ? The best apology is a changed behavior, making sure that this doesn't happen again and again. Where is that? That is absent. That is again classic thing to look for. Somebody who doesn't acknowledge, who doesn't appreciate the other person or agree that I made a mistake, I'm sorry, this will not happen again. How beautiful is that conversation? അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ കണ്ടീഷനിങ് എസ്പെഷ്യലി ഇന്ത്യയിലുള്ള ഒരു രീതിക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു മെയിൽ പാർട്ട്ണർ ആണെങ്കിൽ അവരുടെ അത് അങ്ങനെയാണ്, അവരങ്ങനെയാണ്, ലൈക്ക് മെൻ ആർ ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ നിനക്കൊന്ന് താഴ്ന്നു കൊടുത്താൽ എന്താ, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലൊക്കെ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്, എത്രത്തോളം മാറ്റം ആവശ്യമാണ്? കുറേ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. കമ്പയർഡ് ടു ഇപ്പം ഞാനിപ്പോൾ ഒരു 22 ഇയേഴ്സൊക്കെ ആയി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ OTT പ്ലാറ്റ്ഫോംസൊക്കെ മറ്റ് പല പ്രദേശങ്ങളിലെയും ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളും ചിന്തിക്കാൻ തുടങ്ങി, ഇതിങ്ങനെയല്ലല്ലോ വേണ്ടത് എന്നുള്ളത്. ഇതിപ്പം സ്ത്രീകളെ കൊണ്ട് പുരുഷന്മാർക്ക് അല്ലെങ്കിൽ പുരുഷന്മാരെ കൊണ്ട് സ്ത്രീകൾക്ക് എന്ന് മാത്രം നമുക്കൊരു ധ്രുവീകരണം, ഒരു പോളറൈസേഷൻ ഇസ് നോട്ട് പോസിബിൾ. ബോർഡർ ലൈൻ ആയിട്ടുള്ള വിമനെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് മെൻ കാണും, സഹികെട്ട് സംശയപ്രകൃതിയുള്ള ആൾക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ കാണും. അപ്പം എന്താണെങ്കിലും ഇതിനകത്ത് ഇപ്പം അറിവ് കുറേയും കൂടെ ലഭ്യമായ സാഹചര്യത്തിൽ, കുറേയും കൂടി ആൾക്കാർ ഹെൽപ്പ് എടുക്കാൻ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഭയങ്കര ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ വെൻ ദേ ലുക്ക് ഫോർ എ പാർട്ട്ണർ, ഒരു ആഡ് പോലെ ഒരു സാധനം ഒരാൾ കാണിച്ചതാണ്, ഏതോ ഒരു ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമിലാണെന്ന് തോന്നുന്നു. ദോസ് ഹു ഹാവ് അറ്റൻഡഡ് തെറപ്പി അവർക്ക് പ്രയോറിറ്റി ഉണ്ടെന്ന്. സോ they are trying to change or they have a willingness to change എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഈ ഡേറ്റിങ്ങിനെയൊക്കെ നോക്കി കാണുന്ന രീതി പോലും ഒരുപാട് മാറിയില്ല. പഴയ കാലഘട്ടം അല്ലല്ലോ. അത് വളരെ അത്യാവശ്യമാണ്, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സാധനം ഗോ ത്രൂ ചെയ്യുന്ന ഒരാൾക്ക്. അതെ അതെ. എന്ന് വെച്ചാൽ ഈ കുടുംബം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഒരു ഫുൾ പ്രൂഫ് സ്ട്രാറ്റജി ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാവുമായിരുന്നു. അപ്പം അത് വ്യവസ്ഥയുടെ മാത്രം പ്രശ്നമാണെന്നല്ല പറയുന്നത്, അതിലേക്ക് വരുന്ന വ്യക്തിത്വങ്ങൾ, അവരുടെ ഡിഫറൻസസ്, അവരുടെ വൈകല്യങ്ങൾ, അവരുടെ മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം, വില്ലിങ്നെസ് ടു വർക്ക് ടുവേർഡ്സ് ദ കോമൺ ഗോൾ, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഒരു പൊരുത്തം എന്നുള്ള രീതിയിൽ നോക്കാനുണ്ട് ദാൻ ദി അതർ എക്സ്റ്റേണൽ തിങ്സ് വിച്ച് വി ആർ ലുക്കിംഗ് അറ്റ്. ഇപ്പോൾ വൺ ഓഫ് ദ പാരന്റ് ഇസ് എ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് ദ അതർ പാരന്റ് കൻ ഡു ടു മേക്ക് ദ ചൈൽഡ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇല്ലാത്തൊരു മനുഷ്യൻ കുട്ടിയായിട്ട് വളരാൻ? ദി അതർ പാരന്റ് ഹാസ് ടു എന്താ പറയുക, നിർലോഭം അപ്രിഷ്യേറ്റ് ചെയ്യണം കുട്ടീനെ, അല്ലെങ്കിൽ കുട്ടിയുടെ സെൽഫ് എസ്റ്റീം ഇല്ലാണ്ടായി പോവും. കുട്ടീനെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. തെറ്റ് വരുത്തുന്നത് ഓക്കെ ആണെന്ന് പഠിപ്പിക്കണം. കാര്യം തെറ്റിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ നമ്മൾ തെറ്റിക്കാണ്ട് പഠിച്ചേക്കുന്നത്? എനിത്തിങ് വിച്ച് യു ക്യാൻ റീകളക്ട്. അപ്പോൾ ഫെയിലിയർ ഇസ് നോർമൽ, ട്രയൽ ആൻഡ് എറർ ഇസ് ദ മെത്തേഡ്. അത് ചെയ്യാത്തിടത്തോളം നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയാലല്ലേ എത്ര തണുപ്പുണ്ടെന്ന് അറിയാൻ പറ്റില്ല, അല്ലേ? കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പോഷർ കൊടുത്ത് തെറ്റിച്ച് പഠിച്ച് തെറ്റിക്കുന്നതിന് നമ്മളെ ഫോർഗീവ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന റെസിലിയൻസ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു ക്വാളിറ്റിയിലേക്ക് എത്താൻ പറ്റൂ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. So we should, as a society,
പേരന്റ് അവർ ചിൽഡ്രൻ ടു ബി മോർ റെസിലിയൻറ്റ്. അതാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ട നോട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഒരു രോഗം അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവുക അയാളെ ലൈഫ് എങ്ങനെ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കാം എന്നായിരിക്കും. പക്ഷെ ഫോർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഉറക്കം നടിക്കണവരെ നമ്മളെങ്ങനെ എണീപ്പിക്കും? ഉറങ്ങണവരെ അല്ലേ എണീപ്പിക്കാം. എപ്പോഴും നമ്മൾ പറയുന്നത് ചുറ്റുമുള്ളവർക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സൊസൈറ്റി അല്ലാതെ വേറൊരു ലിറ്ററേച്ചർ ഇല്ല. അതാണ്. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് പൊതുവെ ഒരു ചോദ്യം വരും, അപ്പോൾ നമ്മൾ ഇവരെ എന്ത് ചെയ്യും? അത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഞാൻ പറഞ്ഞ വേറെ എന്തെങ്കിലും ഒരു റീസണ് വേണ്ടിയിട്ട് ഒരാൾ ഒരു തെറാപ്പിക്ക് വന്നിട്ട് ഇഫ് യു ഫൈൻഡ് ഔട്ട് ദാറ്റ് പേഴ്സൺ ഹാസ് എ നാർസിസ്റ്റിക് ട്രെയ്റ്റ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് അവർ തെറാപ്പിക്ക് വരില്ല. ലൈക്ക് നോ വൺ ഹാവ് ക്യൂർഡ് ദിസ് അല്ലേ? ടു മൈ നോളജ് നോ, ബിക്കോസ് മൈ നോളജ് ഇസ് വെരി ലിമിറ്റഡ്. അതായത് ആ ഒരു എഫേർട്ട് എടുക്കാൻ അവർ തയ്യാറായിരിക്കില്ല. ഇല്ല, കാര്യം തെറ്റെവിടെയാന്നേ? നിങ്ങൾ ഇതിനെ പറ്റിയാ സംസാരിക്കുന്നത്. അവര് പറയുന്നത് അവർക്ക് തെറ്റുപറ്റില്ല. നിങ്ങൾ ഇതിനെ പറ്റി നിങ്ങൾ മറ്റേ കാര്യം അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളൊരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ, ഒരു ക്ലാസിക് കോൺവെർസേഷൻ വിത്ത് എ നാർസിസ്റ്റ് ആൻഡ് ദ വിക്ടിം, 3 പേര് ഇരിക്കുക. നമ്മളിപ്പോൾ ഇതെന്താ അങ്ങനെ ചെയ്തത്? അപ്പോൾ അവർക്ക് വയ്യാത്തപ്പോൾ നിങ്ങൾ 15 ദിവസം മുമ്പേ വേറൊരു കാര്യം ഇവർ ചെയ്തപ്പോഴേ they will take you to some other track. They will not let you attend this. You think it is not deliberate? It is deliberate, yeah. Exactly. പക്ഷെ അപ്പോൾ നമ്മൾ എന്തിനാണോ അവിടെ മീറ്റ് ചെയ്തത്, ഈ പർപ്പസ് അവർ നടക്കാൻ സമ്മതിക്കില്ല. അവർക്ക് അറിയാം എങ്ങനെ അവരെന്താ ചെയ്യാന്നറിയോ? ഇപ്പോൾ ആ കോൺവെർസേഷനിൽ ഗോളിലേക്ക് പോവാതിരിക്കാൻ നിങ്ങളോ അല്ലെങ്കിൽ വിക്ടിമോ പറഞ്ഞ ഒരു ടോണിൽ കയറി പിടിക്കും. മനസ്സിലായി. അതെന്താ മുഖം അങ്ങനെ പിടിച്ചത്? അപ്പൊ എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആയില്ലേ? പിന്നെ കഴിഞ്ഞു, എന്നാ ഞാനില്ല ഇനി. സോ ദേ കീപ് ഫെയിലിംഗ് ദി അതർ പേഴ്സൺ. മനസ്സിലായോ? then the other person will get frustrated. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ക്ഷമ നശിക്കില്ലേ? നിങ്ങൾക്ക് തോന്നില്ലേ ഇതിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാ, ആർക്ക് വേണ്ടിയിട്ടാ എന്ന് തോന്നില്ലേ? ഇപ്പോൾ ഇതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യും, മൈക്രോ മാനേജ് ചെയ്യും നമ്മളെ, പിന്നെ എല്ലാത്തിനും പിന്നാലെ നിൽക്കും, ഗ്യാസ് ലൈറ്റ് ചെയ്യും. ആൻഡ് യുനോ how romantic they are, like they'll make you fall for them, showing that ഇല്ലാത്ത കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അത് പക്ഷേ ഭയങ്കര ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കോമണാലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ ചാം എപ്പോഴും അവര് വളരെ പിശുക്കി മാത്രം കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. ഗിവേഴ്സ് അല്ലല്ലോ. ഇപ്പൊ നാച്ചുറലി റൊമാൻറ്റിക് ആയിട്ടുള്ളവരെല്ലാം ഗിവേഴ്സ്, അല്ലെങ്കിൽ ഗിവേഴ്സും റൊമാൻറ്റിക്സിനും കുറെ എന്താ പറയാ ഒരു കോമൺ ഏരിയയില്ലേ അവർ ഷെയർ ചെയ്യുന്നത്. അതിന്റെ സാധ്യത ഭയങ്കര കുറവാന്നാ തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ബട്ട് ഇഫ് ദേ വാണ്ട് ടു ഗെറ്റ് സംതിങ് ഡൺ ബൈ യു, ദേ വിൽ ഡിസ്പ്ലേ ദാറ്റ്. കാര്യം നടത്താനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത്, ദാറ്റ് ഇസ് അഗെയിൻ എ മാനിപ്പുലേഷൻ, യുനോ. അപ്പൊ അവിടെയൊക്കെ ഈ മനഃപൂർവ്വം എന്ന് പറയുന്ന എലമെന്റ് കടന്നു വരുന്നോണ്ടേ ഇത് അറിയാതെ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. അതായത് യൂഷ്വലി നമ്മൾ സംസാരിക്കുന്നത് ഒരു അസുഖം അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരെ കുറിച്ചാണെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ദ വിക്ടിം ആൻഡ് എങ്ങനെ. അപ്പം ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പുറത്തേക്ക് വരുന്ന ഒരാൾക്ക് സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് അവർ എത്രത്തോളം തയ്യാറാവും യൂഷ്വലി? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാര്യം അവരുടെ സെൽഫ് എസ്റ്റീമിനെ ബ്രേക്ക് ചെയ്യാണല്ലോ മറ്റേ ആൾ ചെയ്തേക്കുന്നത്. സെൻസ് ഓഫ് സെൽഫ് വർത്താണ് അവർ ആദ്യം തകർക്കുന്നത്. നല്ലൊരു ബുക്കുണ്ട് ഇതിൽ വായിക്കാൻ പറ്റിയ, ഡോക്ടർ രമണി എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ഷുഡ് ഐ സ്റ്റേ ഓർ ഷുഡ് ഐ ഗോ. ബുക്കിന്റെ പേര് അത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇറ്റ്സ് എ വെരി ഇന്റൻസ് ബുക്ക് കേട്ടോ. റീഡിങ് ദാറ്റ് ബുക്ക് ഇസ് നോട്ട് വെരി പ്ലസന്റ് എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ വെരി ഓവർവെൽമിങ് എക്സ്പീരിയൻസ്. പക്ഷേ ഇറ്റ് ഈസ് വർത്ത് റീഡിങ്. ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആണ്. അപ്പോൾ അതൊരു അവർക്കൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും നല്ലതാണ്. പിന്നെ ഈ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ പല ആൾക്കാരുമേ ഡെയിലി റൊട്ടീൻ സ്കിൻ കെയർ അതല്ല. സെൽഫ് കെയർ ഇസ് യു എൻഗേജിങ് ഇൻ തിങ്സ് വിച്ച് വിൽ മേക്ക് യു ഫീൽ ഗുഡ് അബൌട്ട് യുവർ സെൽഫ്, വിച്ച് വിൽ മേക്ക് യു ഹാപ്പി, വിച്ച് യു വോണ്ട് ടു റിപ്പീറ്റ്.
അല്ലാണ്ട് നമ്മൾ ഹെയർ കെയറും സ്കിൻ കെയറും പലരും അതിലേക്ക് അങ്ങോട്ട് റെഡ്യൂസ്ഡ് ആവാണ് സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന. അതല്ല, നിങ്ങൾക്കൊരു സോൾഫുൾ കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റിയ നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള നല്ല സൗഹൃദങ്ങൾ, വ്യക്തികൾ ചിലപ്പോൾ പ്ലേസസ് ആയി മാറും, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം, ഇതൊക്കെ സെൽഫ് കെയറിൻ്റെ ഭാഗമാണ്. സെൽഫ് കെയറിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. അപ്പോൾ നമ്മളെ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്ത് ഇതിനെ പറ്റിയുള്ള നമ്മുടെ ധാരണകൾ തെറ്റായിട്ടുള്ളത് തിരുത്തി. ഇത് ലൈഫ് ഇസ് ഓൾ അബൌട്ട് അൺലേണിങ്. ആവശ്യമില്ലാണ്ട് പഠിച്ചു വെച്ചേക്കണൊക്കെ ഒന്ന് കുടഞ്ഞെറിയാൻ പറ്റിയാൽ കുറേയും കൂടെ സ്വസ്ഥതയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ട് നമുക്ക് പതുക്കെ റെസിലിയൻസിലേക്ക് പോവുക. പ്ലസ് ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞൊരു വാക്ക് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വിപാസനയിൽ, മൈൻഡ്ഫുൾ മെഡിറ്റേഷനിലാണ് ആ വാക്ക് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഫ് യു ക്യാൻ ട്രാൻസെൻഡ്, ദാറ്റ് ഇസ് ഗോ ബിയോണ്ട് വാട്ട് എവർ ഇസ് ഹാപ്പനിങ് അറൗണ്ട് യു വിതൗട്ട് ഗെറ്റിംഗ് എഫക്റ്റഡ്, നത്തിങ് ലൈക്ക് ഇറ്റ്. അപ്പോൾ നമുക്ക് വേറൊരാൾക്ക് നിങ്ങൾ ഇമോഷണലി ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണല്ലോ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് പീപ്പിൾ ഷുഡ് ഫോക്കസ് ഓൺ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബിക്കോസ് ഭയങ്കര വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ആൾക്കാർ പലപ്പോഴും ഇത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർ അബാൻഡൻ ചെയ്യുകയാണെന്നുള്ള പോലത്തെ ഒരു തോട്ടാണ് വരാറ്. അപ്പോൾ പലപ്പോഴും നമ്മൾ അപ്രിയമാണെങ്കിലും സത്യം നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. അപ്പോൾ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ സഫർ ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്, ഷുഡ് ഐ സ്റ്റേ ഓർ ഷുഡ് ഐ ഗോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവും നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ എന്ന് വിചാരിക്കണം. താങ്ക് യു സോ മച്ച്. Welcome.